സൊസൈറ്റിയിൽ നിന്ന് നല്ല കുട്ടി എന്ന പേര് കിട്ടാൻ വേണ്ടി നമ്മുടെ ജീവിതം സ്പോയിൽ ചെയ്താലും കുഴപ്പമില്ല എന്നൊരു കോൺസെപ്റ്റ് മൈൻഡിലുണ്ടെങ്കിൽ ഈ പറയുന്നതൊന്നും വർക്കൗട്ട് ആവില്ല. ഞാൻ ഇനി പറയാൻ പോകുന്നത് നമ്മൾക്ക് എൻഡ് ചെയ്യാൻ പറ്റാത്ത ഒന്നും സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇതൊന്നും അല്ല ശരിക്കും സ്നേഹം എന്ന് പറയുന്നത്. ഈ സ്നേഹത്തിൻ്റെ ഡെഫിനിഷനേ അല്ല ഇത്. ഒരാളുടെ മേലെ കടന്നുകയറ്റം നടത്തുക, ഒരാളെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്തുക. നമുക്ക് ഏറ്റവും ചേരുന്ന ആളെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്നാണ് വിചാരിക്കുന്നത്. സ്പാർക്ക് തോന്നുക. പക്ഷെ അതല്ല വാസ്തവത്തിൽ നമ്മളുടെ സബ് കോൺഷ്യസ് ലെവലിൽ കിടക്കുന്ന ഏറ്റവും ദയനീയമായ സ്ഥലത്തിന് അനുയോജ്യനായ ആളെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് സത്യം. പെരുമാറ്റം കണ്ടിട്ട് സ്വഭാവം തീരുമാനിക്കരുത്. അതാണ് നമ്മൾ പെരുമാറ്റമാണ് കാണുന്ന ആളുകളുടെ പെരുമാറ്റം കണ്ടിട്ടാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഹൈപ്പോത്തസിസ് ചെയ്തിട്ടാണ് ഇഷ്ടപ്പെടുന്നത്. ബട്ട് സ്വഭാവം അതായിരിക്കണം എന്നില്ല. ഒരു അട്രാക്ഷൻ തോന്നും. അതായത് ഈ കുട്ടി ഇതിനെ റെസംബിൾ ചെയ്യുന്ന ആൾക്കാരെ തേടി പിടിക്കുന്ന പോലെ, അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകളോടായിരിക്കും ഈ കുട്ടിക്ക് ഇൻഫാച്വേഷൻ തോന്നുന്നുണ്ടാവും. ഒരു വ്യക്തിയുടെ ജീവനും ജീവിതവും ചൂസ് ചെയ്യാൻ ഒരു ഓപ്ഷൻ വന്നാൽ അയാൾ ജീവനെ ചൂസ് ചെയ്യുള്ളൂ. ഹലോ എവരിവൺ, മോഡേൺ വിസ്ഡം മലയാളം പോഡ്കാസ്റ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഞാൻ മൊയ്തീൻ. എൻ്റെ കൂടെയുള്ളത് അനിൽകുമാർ PC. ഹീസ് എ മൈൻഡ് ട്യൂണർ, എ മെഡിറ്റേഷൻ ട്രെയിനർ ആൻഡ് എ ലൈഫ് കോച്ച്. സയൻസ്, സ്പിരിച്വാലിറ്റി, ഫിലോസഫി, സൈക്കോളജീൻ്റെ ഒരു ബ്ലെൻഡ് ഉപയോഗിച്ചിട്ട് നമ്മുടെയൊക്കെ ലൈഫ് ചാലഞ്ചസിന് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരു അമേസിങ് ഇൻഡിവിജ്വലാണ് അദ്ദേഹം. വെൽക്കം ടു ദ പ്രോഗ്രാം സർ. താങ്ക് യു മൊയ്തീൻ. ഇന്ന് ഞാൻ നമ്മളുടെ ഈ ഒരു ഡിസ്കഷനിൽ ചർച്ച ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ബന്ധങ്ങളെ പറ്റിയിട്ടാണ്. അഗെയിൻ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് വെച്ചാൽ ഞാൻ കുറച്ച് കണ്ടുവരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ പലരുടെയും റിലേഷൻഷിപ്സിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഫിനോമിന ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. കാരണം എന്താ വെച്ചാൽ അവരുടെ ചില ആളുകളുടെ റിലേഷൻഷിപ്പ്, കപ്പിൾസിൻ്റെ ഇടയിലുണ്ടാകുന്ന റിലേഷൻഷിപ്സ് ഭയങ്കരധികം ടോക്സിക് ആയിരിക്കും. ഐ മീൻ രണ്ടാളെന്ന് പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കും, അതിൽ കുറച്ചുകൂടി അബ്യൂസീവ് ആയിരിക്കാം. നന്നായിട്ട് ഈ ഒരു വ്യക്തിനെ ഭയങ്കരമായിട്ട് ഹർട്ട് ചെയ്യുന്നുണ്ടാവും. ഉദാഹരണത്തിന് ഇപ്പോൾ ഫിസിക്കലി ആവണം തന്നെ ഉണ്ടാവില്ല, പക്ഷേ വേർബലി ആണെങ്കിലും, അല്ലെങ്കിൽ ഭയങ്കരധികം കൺട്രോളിങ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ പാർട്ട്ണറിനെ പല രീതിയിൽ അവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ടാവും ഇടയിൽ കയറിയിട്ട്. പക്ഷേ എന്തൊക്കെ പ്രശ്നങ്ങൾ ഈ പറയുന്നത് മാരേജ് ലൈഫിനെ കുറിച്ചാണോ അതോ വല്ല ലവ് റിലേഷൻഷിപ്സിനെ കുറിച്ചാണോ? ചിലപ്പോൾ അത് മാരേജ് റിലേഷൻഷിപ്പ് ആവാം, ചിലപ്പോൾ ലവ് റിലേഷൻഷിപ്പ് ആവാം. ഈ റിലേഷൻഷിപ്പ് രണ്ട് കപ്പിൾസിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന റിലേഷൻഷിപ്പ്, അത് മാരേജും ആവാം. പക്ഷേ ഈ റിലേഷൻഷിപ്പ് എത്രത്തോളം പ്രോബ്ലമാറ്റിക് ആണെങ്കിലും, എത്രത്തോളം കോൺഫ്ലിക്ട്സ് അവരുടെ ഇടയിൽ ഉണ്ടെങ്കിലും, ഇതൊക്കെ അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും ചില സമയത്ത് ആ റിലേഷൻഷിപ്പ് അത്രയും ബ്രേക്കിൽ പോവുകയാണെങ്കിൽ പോലും ആ റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള ടെൻഡൻസി ആയിരിക്കും കാണിക്കുന്നുണ്ടാവാം. വൈൻഡപ്പ് ചെയ്യുന്നില്ല. അപ്പം ചുറ്റുമുള്ളവർക്കൊക്കെ തോന്നും ലൈക്ക് നീ എന്തിനാ ഇതൊക്കെ സഹിച്ചിട്ട് അതിൽ തന്നെ ഇരിക്കുന്നത്, നിനക്ക് ആ ഒരു വ്യക്തിനെ ഇട്ടിട്ട് പോയിക്കൂടെ. ചിലപ്പോൾ ഈ വ്യക്തിയും ചിന്തിച്ചിട്ടുണ്ടാവും, പക്ഷേ ഈ വ്യക്തിനെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അത്രത്തോളം അവർ അതിൽ അറ്റാച്ച്ഡ് ആണ്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, ലൈക്ക് ഇത് ലോജിക്കലേ അല്ല ഈ ഒരു കാര്യം ഒന്നാമത്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്രയും ഹേർട്ട്? നമുക്ക് ഒരാളായിട്ടുള്ള ബന്ധം എന്ന് പറയുമ്പോൾ അത് നമ്മൾ ആഗ്രഹിക്കുക ഒരു ഒക്കെ ആയിട്ട് പോകണമെന്നാണല്ലോ, അല്ലെങ്കിൽ രണ്ടുപേർക്കും ഉപകാരം ഉണ്ടാവണമല്ലോ. പക്ഷേ ഇത് ഇത്രയും പ്രോബ്ലമാറ്റിക് ആണെങ്കിലും ഇതിൽ തന്നെ കടിച്ചു തൂങ്ങിയിട്ട് പലരും ജീവിക്കാറുണ്ട്. അപ്പോൾ ഇതൊരു ഇൻട്രസ്റ്റിംഗ് ഫിനോമിനയായിട്ട് എനിക്ക് തോന്നാറുണ്ട്, ഈ ഒരു അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത്, ഇവരായിട്ടുള്ള അറ്റാച്ച്മെൻറ്റാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനെ പറ്റിയിട്ട് അനിൽ സാറിൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണ്? അതിനെപ്പറ്റി എങ്ങനെ കാണുന്നത്? ഇതിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുൻപ് ആളുകൾക്ക് തന്നെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു തോട്ട് നമുക്കൊന്ന് ചിന്തിക്കാനുണ്ട്. ഇതിൽ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ആ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള വാക്ക്. ആക്ച്വലി റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യാൻ പാടോ? മൊയ്തീൻ്റെ കോൺസെപ്റ്റ് എന്താ? ഒരു റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യാൻ പാടോ, വൈൻഡ് അപ്പ് ചെയ്യാൻ പാടോ? ഐ ഡോണ്ട് നോ ആക്ച്വലി. എൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് എൻഡ് ചെയ്യാൻ പറ്റാത്ത ഒന്നും സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ലോകത്ത് ഒരു വാഹനം ചിന്തിച്ച് നോക്കുക, അത് നമുക്ക് നിർത്താൻ അറിയില്ലെങ്കിൽ പിന്നെ അത് ഓടിക്കാൻ തുടങ്ങരുത്. ഏതൊരു സാധനം സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ തയ്യാറാവുന്നത് അത് എൻഡ് ചെയ്യാനുള്ള വില്ലിങ്നെസ്സോട് കൂടി തന്നെയായിരിക്കണം. അത് ഞാൻ ഈ ലവ് റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ മാരേജ് അതുപോലത്തെ ഒന്നും മാത്രമല്ല പറയുന്നത്. ഏത് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സും അത് നമ്മുടെ ലൈഫിനെ സ്പോയിൽ ചെയ്യുന്നു എന്ന് കണ്ടാൽ അതവിടെ എൻഡ് ചെയ്യാൻ നമുക്ക് പറ്റണം. കാരണം മനുഷ്യൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് ഇവോൾവ് ആയത് എന്ത് കാരണം കൊണ്ടായിരിക്കും? അവരുടെ നീഡ്സ് മീറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതെ, നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റാത്തൊരു ജീവിയാണ് വാസ്തവത്തിൽ. നമ്മളൊരു ദുർബല ജീവിയാണ്. നമ്മൾ കൂട്ടമായി ജീവിച്ചാലേ ശരിക്കും നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇമോഷണലി ഫിസിക്കലി ഒക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പലതും കൊടുത്തും വാങ്ങിയാണ് ജീവിക്കാൻ പറ്റുള്ളൂ മനുഷ്യന്. അപ്പോൾ അവിടെ
റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നത് ആക്ച്വലി നമ്മളുടെ സർവൈവൽ, ഇമോഷണൽ ഒക്കെ ആയിട്ടുള്ള ഒരുപാട് റീസൺ അവിടെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടൊരു സാധനമായി മാറുമ്പോൾ അത് ഏത് റിലേഷൻഷിപ്പാണെങ്കിലും അതിൽ നിന്ന് അകന്നു പോകണം എന്നുള്ളത് ആദ്യം ഒരു ബോധം ഉണ്ടായിരിക്കണം നമുക്ക്. അതിൽ നിന്ന് അകന്നു പോകാൻ പറ്റാത്ത രീതിയിൽ പല സോഷ്യലായിട്ടുള്ള ഇമോഷണലായിട്ടുള്ള റീസൺസ് ഉണ്ടായിരിക്കാം. ബട്ട് ഈ ബിലീഫ് സിസ്റ്റത്തിലൊരു മാറ്റം വരാണ്ടെന്നാണ് ഞാൻ പറയുന്നത്. പോയിന്റ് പിടികിട്ടുന്നുണ്ടാവും. അതായത് ഒരു റിലേഷൻഷിപ്പ് എന്നല്ല ഈ ലോകത്തിലെ ഏതൊരു കാര്യവും നമുക്കത് വൈൻഡ് അപ്പ് ചെയ്യാൻ അറിയില്ലെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യാനേ പോകരുത് എന്നുള്ളതാണ്. ആ ഒരു പെർസ്പെക്റ്റീവ് ആദ്യം നമുക്ക് ക്ലിയർ ആയിരിക്കണം. കാരണം അത് ക്ലിയർ ആവാതെ ഞാൻ ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ എന്ത് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ഇനി നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. ഈ വിഷയത്തിൽ നമുക്കിത് രണ്ടായിട്ട് പഠിക്കേണ്ടി വരും. അതൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആണെങ്കിൽ, ജസ്റ്റ് മാരീഡൊന്നുമല്ല, അഗ്രിമെൻറ്റുകളൊന്നും ആയിട്ടില്ല, അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് വേറെ ടൈപ്പാണ് നമ്മൾ. അതൊരു മാരേജ് ചെയ്തിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ രീതികൾ വേറെ ആയിരിക്കും. കാരണം മാരേജ് ചെയ്ത 2-3 കാര്യങ്ങളുണ്ട്. അതിനെ ലീഗലി ക്ലോസ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് പണിയുണ്ട് അതിൻ്റെ പിന്നാലെ. മറ്റത് നമ്മൾ രണ്ടുപേരും കൂടെ തീരുമാനിച്ചാൽ മതിയല്ലോ. മറ്റൊന്ന് മക്കളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ വീണ്ടും അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഒക്കെ കൂടുമല്ലേ. അപ്പോൾ അങ്ങനത്തെ കുറേ ഏരിയാസ് ഉള്ളതുകൊണ്ട് മാരേജിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണണം, ലവ് റിലേഷൻഷിപ്പിനെ സെപ്പറേറ്റ് ആയിട്ട് കാണണം. എനിവേ, ഒരു റിലേഷൻഷിപ്പ് ഞാൻ മാരേജിൻ്റെ കാര്യം മാത്രം ആദ്യം പറയാം. ഒരു മാരേജ് റിലേഷൻഷിപ്പിൻ്റെ ഉള്ളിലാണ് ഇത്തരത്തിൽ അബ്യൂസീവായിട്ടുള്ളൊരു നേച്ചർ കാണുന്നു പാർട്ട്നേഴ്സിൽ ഒരാളിൽ നിന്ന്. എന്നാൽ അയാളെ വെറുക്കാനും പറ്റുന്നില്ല, മറക്കാനും ഒഴിവാക്കാനും ഒന്നും പറ്റുന്നില്ല എന്നൊരു സ്റ്റേജ് വന്നാൽ അവിടെ എനിക്ക് തോന്നിയിട്ടുള്ളത്, എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണ്, എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രൈമറി ആയിട്ട് നിൽക്കുന്ന പ്രോബ്ലംസ് സൊസൈറ്റിയാണ്. അല്ലാതെ അതൊരു സൈക്കോളജിക്കൽ ഏരിയയിൽ അല്ല കൂടുതലും കണ്ടുവരുന്നത്. അത് നമ്മളുടെ ഇമോഷണൽ നീഡ്സ് ഫുൾഫിൽ ചെയ്യൽ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സുഖമായ ഒരു ജീവിതമാക്കി മാറ്റൽ എന്നുള്ളതിനേക്കാളൊക്കെ കൂടുതൽ നമ്മളുടെയൊക്കെ നാട്ടിൽ ഈ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ജീവിക്കൽ എന്നുള്ള വലിയൊരു സാധനമാണത്. അത് പൊതുവെ സൈക്കോളജിസ്റ്റുകൾ പോലും അത് ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ നേരെ നമ്മുടെ ഉള്ളിലുള്ള ഇമോഷണൽ ഏരിയാസിലേക്കും കോഗ്നിറ്റീവ് ഫങ്ഷൻസിലേക്കും ചിന്തിക്കാൻ പോകും. ബട്ട് അതിനേക്കാളൊക്കെ സിമ്പിളായി കിടക്കുന്നൊരു പ്രശ്നമുണ്ട് നമ്മുടെ നാട്ടിൽ. നമ്മൾ കൂടുതൽ ആളുകൾ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി ജീവിക്കുന്നവരാണ്. അവരുടെ ഫീഡ്ബാക്കിനെ വളരെ ഭയക്കുന്നവരാണ്. അപ്പോൾ നമ്മളൊരു മാരേജ് ലൈഫ് വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം സമൂഹത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. എൻ്റെ ലൈഫിനെ കുറിച്ചല്ല, ആ ആളുടെ ലൈഫിനെ കുറിച്ചല്ല. നമ്മളൊന്നായിട്ട് ഒരു ബന്ധമില്ലാത്ത ഈ അഭിപ്രായം പറയാൻ മാത്രം നടക്കുന്ന നാട്ടുകാരെ കുറിച്ചിട്ടാണ് നമ്മൾ കൂടുതൽ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ കൺസിഡർ ചെയ്യുന്ന ഒരാൾക്ക് ഈ പറയുന്ന ഒരു കാര്യം വർക്കൗട്ട് ആവില്ല. ആദ്യം അത് സ്റ്റോപ്പ് ചെയ്യണം. ഞാൻ ആദ്യം സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞത് ഈ ഏതൊരു സാധനവും സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അത് എൻഡ് ചെയ്യാൻ അറിയണം എന്നുള്ളത്. രണ്ടാമത്തെ വിഷയം, സൊസൈറ്റിയെ ബോധിപ്പിക്കുവാൻ വേണ്ടി ഒരു കപടനാടകം കളിക്കലാണ് ജീവിതം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ, സൊസൈറ്റിയിൽ നിന്ന് നല്ല കുട്ടി എന്ന പേര് കിട്ടാൻ വേണ്ടി നമ്മുടെ ജീവിതം സ്പോയിൽ ചെയ്താലും കുഴപ്പമില്ല എന്നൊരു കോൺസെപ്റ്റ് മൈൻഡിലുണ്ടെങ്കിൽ ഈ പറയുന്നതൊന്നും വർക്കൗട്ടാവില്ല. ഞാൻ ഇനി പറയാൻ പോകുന്നത് ഒന്നും വർക്കൗട്ടാവില്ല. അതിലും നമ്മളൊരു തീരുമാനം എടുക്കണം. സൊസൈറ്റി അല്ല നമ്മളുടെ ജീവിതത്തിൻ്റെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സൊസൈറ്റി നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വരുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആ സൊസൈറ്റിയോട് നമ്മുടെ പ്രശ്നം അവതരിപ്പിച്ചിട്ട് അത് പരിഹരിച്ചു തരാൻ പറയണം. സൊസൈറ്റിയെ നമുക്ക് റെസ്പെക്റ്റ് ചെയ്യാം, ഭയക്കാം, സൊസൈറ്റിയെ സ്നേഹിക്കാം, സൊസൈറ്റിയുടെ വാക്കുകൾക്ക് മാന്യത കൊടുക്കാം. എങ്ങനെയാണെങ്കിൽ അപ്പോൾ ആ സൊസൈറ്റിയോട് പറയണം, ഐ ഹാവ് എ പ്രോബ്ലം, അതൊന്ന് പരിഹരിച്ചു തരും എന്ന്. അത് പരിഹരിച്ചു തരാൻ പറ്റണം. അവർക്ക് പറ്റില്ലല്ലോ. അപ്പോൾ അവരെ വഴി അവർ നോക്കട്ടെ, നമ്മളുടെ കാര്യം നമ്മൾ ചിന്തിക്കണം. ഈ ഒരു സ്റ്റാൻഡിലേക്ക് വരാതെ നമുക്ക് ഡീപ്പായിട്ടുള്ള ഇന്നറിലേക്ക് ഒരു ഡൈവ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഈ 2 കാര്യങ്ങൾ അവിടെ ക്ലിയർ ആയിരിക്കണം. ഇനി നമുക്ക് നമ്മളുടെ ഉള്ളിലേക്ക് പോകാം. എന്താണ് നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന ഒരു അബ്യൂസിങ് ചെയ്യുന്ന ഒരാളെ ടോളറേറ്റ് ചെയ്യുവാൻ താല്പര്യമില്ലാഞ്ഞിട്ട് പോലും അയാളെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല, മറക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥ. ഇതിന് കുറേ കാരണങ്ങളുണ്ട് കേട്ടോ. ഒരു കാരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ സാധാരണഗതിയിലൊരു പ്രണയ വിവാഹം തന്നെ എടുത്തു നോക്കിയാലും അവരാദ്യം ഒരു ക്രഷ് ഉണ്ടാകുന്നു, പിന്നെ എന്താ അതിനെ പറയുക, അതൊരു ലവ് ആവുന്നു, അഫെക്ഷൻ ആവുന്നു, അട്രാക്ഷൻ ആവുന്നു, അങ്ങനെ പോകുന്നു. പിന്നെ അത് മാരേജിലേക്ക് പോകുന്നു. ഈ ഏരിയകളിലൊന്നും വർക്കൗട്ട് ആകാത്ത ചില സാധനങ്ങളായിരിക്കും മാരേജ് ലൈഫിലേക്ക് കടന്ന ശേഷം വർക്കൗട്ട് ആവുന്നുണ്ടാവുക. കാരണം ആ ഏരിയകളിലൊക്കെ ഒരു ജീവിയിലുള്ള ഇണയെ തിരഞ്ഞെടുക്കുവാനുള്ള ആ ടെൻഡൻസിയുമായിട്ട് കണക്ട് ചെയ്തിട്ട് അവിടെ ശരിക്കും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ സൈക്കോളജി നമ്മളെ തന്നെ ട്രാപ്പ് ചെയ്യുന്നുണ്ട്. അവിടെയൊന്നും നമ്മളുടെ കാര്യങ്ങൾ ബോധപൂർവമോ ബുദ്ധിപൂർവമോ മുന്നോട്ട് പോകുന്ന പ്രക്രിയ അല്ല അത്.
ഇൻസ്റ്റിങ്ക്റ്റ് ബേസ്ഡ് ആണ് അതൊക്കെ. പക്ഷേ ഒരു ലൈഫിൽ എന്നും ഒപ്പം ജീവിക്കുന്ന ഒരു പാർട്ട്ണർ എന്ന് പറയുന്ന പൊസിഷനിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഇൻ്റലക്ച്വലി നമ്മുടെ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങും എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ കൂടെ ജീവിക്കുന്ന ആളുടെ പോരായ്മകൾ അല്ലെങ്കിൽ അദ്ദേഹം എന്നെ അബ്യൂസ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങുന്നൊരു പോയിൻ്റ് ഉണ്ടല്ലോ. ഇത് മനസ്സിലാക്കാനുള്ള വിവരം പോലും ഇല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. ആ വ്യക്തി ഇങ്ങനത്തെ പ്രശ്നങ്ങൾ പറയില്ല. എൻ്റെ പാർട്ട്ണർ എന്നെ അബ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്ക് അയാളെ എന്നിട്ടും വെറുക്കാൻ പറ്റുന്നില്ല, മറക്കാൻ പറ്റുന്നില്ല, അകറ്റാൻ പറ്റുന്നില്ല എന്ന പരാതി പോലും പറയാൻ അറിയാത്തവരുണ്ട്. അത് ചിന്തിച്ച് നോക്കിയേ. അവർ വിചാരിക്കുന്നത് ഇങ്ങനെ ആയിരിക്കണം, ഞാൻ അടിമയായിരിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അത് നോർമലൈസ് ആയി പോകുന്നു. അങ്ങനത്തെ ഒരു മെത്തേഡ് ഉണ്ട്. അവർക്ക് ഒരു പരാതി ഉണ്ടാവില്ല. അവർ ജീവിതകാലം മുഴുവൻ ആരോടും ഒന്നും ഇങ്ങനെ ആയിരിക്കും ജീവിതം എന്ന് പറഞ്ഞാൽ ആരോടും മിണ്ടൊന്നുമില്ല. അവർ അങ്ങനെ പോകും. വേറൊരു കാറ്റഗറി ഉണ്ട്. അവരിങ്ങനെ ഒരുമിച്ച് ജീവിച്ച് തുടങ്ങുമ്പോൾ എവിടെയോ ഒരു പ്രശ്നമുണ്ട്. എന്തോ എൻ്റെ ജീവിതത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ അവകാശങ്ങളും അധികാരങ്ങളും എൻ്റെ സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ എൻ്റെ ഇമോഷണൽ ഏരിയയിലൊക്കെ എന്തോ ഒരു വിഷം കലരുന്നുണ്ടെന്ന് മനസ്സിലാകുക എന്ന് പറയുന്നുണ്ടല്ലോ, അതന്നെ വലിയൊരു പോയിൻ്റാണ്. ഒരു ഇൻഡിവിജ്വൽ അവയർനെസ്. കപ്പിൾ ഐഡൻറ്റിറ്റി ആൻഡ് ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റി ഞാൻ ഇതിന് മുൻപ് സംസാരിച്ചിട്ടുള്ളൊരു വിഷയമാണ്. നമ്മൾക്ക് രണ്ട് ഐഡൻറ്റിറ്റിയും സൈമൾട്ടേനിയസ്ലി കൊണ്ടുപോകാൻ അറിയണം. നമ്മൾ വിവാഹം കഴിക്കുന്നതോടുകൂടെ ഇൻഡിവിജ്വൽ അല്ലാതെയാവുന്നൊന്നുമില്ല. ഇൻഡിവിജ്വലായി നിന്നുകൊണ്ട് തന്നെ കപ്പിൾ ഐഡൻറ്റിറ്റി സൃഷ്ടിക്കാൻ പറ്റണം. അപ്പം നമ്മുടെ ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റി ലോസായി പോയി കഴിഞ്ഞാൽ, കപ്പിൾ ഐഡൻറ്റിറ്റി മാത്രമായിട്ട് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്കിത് ചിന്തിക്കാനുള്ള ബുദ്ധി പോലും ഉണ്ടാവില്ല. ബട്ട് നമ്മുടെ ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റിയും അവിടെ ഉള്ള ഒരാൾക്ക് മാത്രമാണ് എനിക്കെന്തോ പ്രശ്നമുണ്ട്, എന്നെ അബ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന അവെയർനെസ് ഉണ്ടാവുള്ളൂ. ആ അവെയർനെസ് ഉണ്ടായി കഴിഞ്ഞാൽ ആണ് ഈ പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലാത്തിടത്തോളം ആ പ്രശ്നം നോർമലായി കിടക്കുകയാണ്. ഈ അവെയർനെസ് വരുന്നതോടുകൂടെ എൻ്റെ ഇൻഡിവിജ്വാലിറ്റി നശിപ്പിക്കപ്പെടുന്നുണ്ട്, എൻ്റെ ഇമോഷൻ ഹർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്ന്. ഞാനിവിടെ ഒരു റീലോ പോസ്റ്റോ എന്തോ കണ്ടതായിരുന്നു. ഒരു കോടതി മുറിയിൽ ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി കേസ് കൊടുക്കുകയാണ് ഒരു പെൺകുട്ടി. അപ്പോൾ അതിൽ ചോദിക്കുകയാണ്, എന്താ പ്രശ്നം? ഫിസിക്കലി ഹാം ചെയ്യുന്നുണ്ടോ? ഇല്ല. വിവാഹേതര ബന്ധങ്ങൾ വല്ലതും ഉണ്ടോ? അറിയില്ല. സ്ത്രീധനത്തിൻ്റെ പേരിൽ വല്ല പ്രശ്നമാണോ? അല്ല. പിന്നെന്താ പ്രശ്നം? അദ്ദേഹം എൻ്റെ ആത്മാവിനെ കൊന്നു. അപ്പോൾ ആത്മാവിനെ കൊന്നു എന്ന് എഴുതാൻ കോളമില്ല എന്നാണ് പറയുന്നത്. കോളം ഉണ്ടാക്കണോ അതിൽ എന്നാണ് കൗണ്ടർ. അത് ഒരു നരേറ്റീവ് കേട്ടതാണ് ഞാൻ. ബട്ട് അതെനിക്ക് വളരെ സ്ട്രൈക്കിംഗ് ആയി തോന്നി. കാരണം അങ്ങനെ ഒരു കോളം ഇല്ല, അതൊരു സത്യമാണ്. അതിന് കേസ് കൊടുക്കാൻ പറ്റില്ല. ഇവിടെ ഇഞ്ചുറീസൊന്നും ഇല്ല ബോഡിയിൽ. പക്ഷേ ആ വ്യക്തിയുടെ ഇമോഷൻ്റെ ഏരിയയിൽ വലിയ ഹാം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കാനുള്ള കഴിവാണ് എനിക്ക് തോന്നിയത്. എൻ്റെ ആത്മാവിനെ കൊന്നു എന്ന് പറയുന്ന, അതായത് ആ ഇമോഷണൽ മേഖലയിൽ അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അത് മനസ്സിലാക്കുവാനുള്ള കഴിവുണ്ടാകുമ്പോഴാണ് ആ വ്യക്തിക്ക് ആ തോന്നൽ പോലും ഉണ്ടാവുന്നത്. കൺഫ്യൂഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഇത് തീരെ വിവരമില്ലാത്തവർക്ക് ഉണ്ടാവില്ല. കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ താരതമ്യേന ഭേദമാണ് നമ്മൾ. അറ്റ്ലീസ്റ്റ് കൺഫ്യൂഷനെങ്കിലും ഉണ്ടായല്ലോ. ഞാൻ എന്ത് ചെയ്യണമെന്ന് കൺഫ്യൂഷനിലാണെന്ന് തോന്നുന്നത് ഞാൻ എപ്പോഴും ഒരു നല്ല ലക്ഷണമായിട്ടാണ് കാണാറുള്ളത്. കൺഫ്യൂഷൻ പോലും ഉണ്ടാവാത്തൊരു സ്റ്റേജിൽ കിടക്കുന്നുണ്ടെങ്കിലാണ് പ്രശ്നം. പറഞ്ഞു കാരണം എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ റിലേഷൻഷിപ്പിലുള്ള പലർക്കും അവർക്ക് അത് അറിയുന്ന പോലെയല്ല, ചുറ്റുള്ള എല്ലാവരും അത് കാണുന്നുണ്ടാവും. അവരിവരെ ഭയങ്കരമായിട്ട് അഡ്വൈസ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അപ്പോഴാണ് നമ്മൾ ചിന്തിച്ചത്, എന്താ ഈ ഒരു വ്യക്തി മാത്രം ഇത് കാണാത്തത് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടാവും. ശരി. അപ്പോൾ ഈ കൺഫ്യൂസ്ഡ് ആയ സ്റ്റേജിലെത്തിയല്ലോ, അപ്പോഴാണ് അവിടെ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടി വരുന്നത്. രണ്ട് പേര് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്, ഈ മാരേജ് റിലേഷൻഷിപ്പിലും അതുപോലുള്ള ഈ കപ്പിൾ റിലേഷൻഷിപ്സിലെല്ലാം, എല്ലാ ടൈപ്പ് കപ്പിൾ റിലേഷൻഷിപ്സിലും ഇന്ന് വരെ നമ്മളുടേതല്ലാത്ത അന്യനായ, എവിടെയോ ജനിച്ച് എങ്ങനെയോ വളർന്ന ഒരു വ്യക്തിയെ ഒരു മൊമെൻറ്റിൽ നമ്മൾ നമ്മുടേതാക്കി മാറ്റുകയാണ്. നമുക്ക് അവരുടെ ഹിസ്റ്ററി ഒന്നും അറിയില്ല. നമുക്ക് ആ മൊമെൻറ്റിൽ കിട്ടിയ അവരെ നമ്മളങ്ങോട്ട് സ്വന്തമാക്കുകയാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നതൊന്നും ആയിരിക്കില്ല ആ വ്യക്തി. ഒരു വ്യക്തിയുടെ പെരുമാറ്റം കണ്ടിട്ട് സ്വഭാവം തീരുമാനിക്കരുത്. അതാണ്, നമ്മൾ പെരുമാറ്റമാണ് കാണുന്ന ആളുകളുടെ പെരുമാറ്റം കണ്ടിട്ടാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഹൈപ്പോത്തസിസ് ചെയ്തിട്ടാണ് ഇഷ്ടപ്പെടുന്നത്. ബട്ട് സ്വഭാവം അതായിരിക്കണം എന്നില്ല. കാരണം പെരുമാറ്റം മനുഷ്യന് മുന്നിൽ നിൽക്കുന്ന വ്യക്തികളെ ഇൻഫ്ലുവൻസ് ചെയ്യുവാനും സ്വന്തമാക്കുവാനും ഒക്കെ വേണ്ടി എങ്ങനെ വേണമെങ്കിലും ആൾട്ടർ ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് പെരുമാറ്റം. അപ്പോൾ അവർ മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പെരുമാറ്റത്തെയാണ് നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക. ചിലപ്പോൾ അത് ഒരു ഇണയെ സ്വന്തമാക്കാൻ വേണ്ടി നടിക്കും. നമ്മൾ പോലും അറിയാതെയാണ് നമ്മളിൽ ആ സാധനങ്ങൾ ഇംപ്രസ് ചെയ്യുവാനുള്ള സാധനങ്ങളുണ്ടാവുക. അപ്പോൾ ഈ പെരുമാറ്റം കണ്ട് ഇഷ്ടപ്പെടും, പിന്നെ സ്വഭാവം കണ്ട് വെറുക്കും. ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്. സ്വഭാവം പിന്നെയാണ് അറിയുന്നത്, മനസ്സിലാക്കുന്നത്.
അപ്പോൾ രണ്ടുപേര് തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഗ്രാജുവലി സ്വാഭാവികമായി സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്, അതിലത്തെ ഏതോ ഒരാൾ മറ്റൊരാളുടെ മേലെ ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അവിടെ ഒരു അടിച്ചമർത്തലുകൾ, ഒരു താക്കീതുകൾ, ഒരു ഭരിക്കൽ, അബ്യൂസിങ്, പിന്നീട് നല്ല ഹാമിങ് വരയ്ക്കൊക്കെ അത് എത്തിയേക്കാം. എന്നിട്ട് അത് ഈ വ്യക്തിക്ക് വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യമായിരിക്കുമല്ലോ. പക്ഷേ ഇടയ്ക്ക് നമ്മൾ പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കുന്ന പോലെ ഇടയ്ക്കൊരിത്തിരി ഭയങ്കര സ്നേഹം ഇട്ട് കൊടുക്കും. മനസ്സിലാവുന്നുണ്ടോ? ആ ഡേഞ്ചറസ് സ്റ്റേജ് പറയുന്നുണ്ട്. അപ്പോൾ ഈ വ്യക്തി ഉണ്ടല്ലോ, ഈ സ്നേഹഭിക്ഷുകി, സ്നേഹത്തിന് വേണ്ടി ഭിക്ഷ എടുക്കുന്ന വ്യക്തിയാണ്. സ്നേഹം കിട്ടാനേ ഇല്ല, അത്രയും സ്നേഹത്തിന് ദാരിദ്ര്യം അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ആഴ്ചയിലൊരു ദിവസം, മാസത്തിലൊരു ദിവസമൊക്കെ ഒരു വല്ലാത്ത സ്നേഹം അങ്ങോട്ട് കിട്ടും. അത് ചിലപ്പോൾ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് ആവാം. അതിൻ്റെ ഇടയിൽ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അപാരമായ സ്നേഹപ്രകടനം, അത് ഈ വ്യക്തിയുടെ ബാക്കിയുള്ള ഈ ഇൻസിഡൻറ്റുകളെ മുഴുവനും ഒരു സൈഡിലേക്ക് അങ്ങോട്ടാക്കും. അപ്പോൾ വീണ്ടും ഇത്രയും സ്നേഹമുള്ള ആളാണ്, പക്ഷെ അത് മാത്രം ഒന്ന് മാറിയിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിക്കും. അല്ലെങ്കിൽ ഒരു ഔട്ടിങ് കൊണ്ടുപോകുന്നതാകാം, ഒന്ന് ഹാപ്പി ആക്കും അവർ. അത് അവരും മനഃപൂർവ്വം ചെയ്യുന്നൊന്നുമല്ല കേട്ടോ. അതങ്ങനെയാണ് നമ്മുടെ നേച്ചർ, മനുഷ്യൻ്റെ നേച്ചർ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹാപ്പി ആക്കാനൊക്കെ ഇഷ്ടമൊക്കെ തന്നെയാണ്. ബട്ട് അവരുടെ സ്വഭാവം അങ്ങനെയായിപ്പോയി. എന്ത് ചെയ്യും? അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, ഈ 99 ഹാംഫുൾ ആക്റ്റുകളും പിന്നെ ഒരു ലവിങ് ആക്റ്റും അവിടെ അങ്ങനെ നടന്നു, ഇതിങ്ങനെ റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കും. പക്ഷെ ആ ഒരു ലവിങ് ആക്റ്റ് ഉണ്ടല്ലോ, അതിന് വലിയ വിലയായിരിക്കും. അപ്പോൾ കിട്ടാതെ എന്നും 100 സ്നേഹം കൊടുക്കുന്ന ആൾക്ക് ശരിക്കും സ്നേഹത്തിൻ്റെ വാല്യൂ അറിയില്ല. ഈ 99 ഹാംഫുൾ ആക്ഷൻസിൻ്റെ അപ്പുറത്തൊരു ലവ് കിട്ടുമ്പോൾ അതിൻ്റെ കോൺട്രാസ്റ്റ് ഭയങ്കര ഹൈ ആയതുകൊണ്ട് ആ സ്നേഹത്തിന് തീവ്രത കൂടുതലായിരിക്കും. ആ ആൾ കൊടുക്കുന്ന ചെറിയ തീവ്രതയിലാണെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കത് വലിയ സ്നേഹമായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഇദ്ദേഹം കൺഫ്യൂസ്ഡ് ആവും, ഇതെന്താ ചെയ്യേണ്ടതെന്നുള്ള മനസ്സിലാവില്ല. എന്നാൽ പിന്നെ സ്നേഹം ഇല്ലാന്നല്ല, അതെ, കിട്ടുന്നുണ്ട്. ഒട്ടും സ്നേഹമില്ലെങ്കിൽ കൺഫ്യൂഷൻ വരില്ല. പക്ഷേ ഈ ഇടയ്ക്ക് കിട്ടുന്ന ഒരു പീസ്, ഒരു ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, ആ ബിസ്ക്കറ്റ് പോലെയാണത്. പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കുന്ന പോലെയാണെന്നാണ് ഞാനത് പറയുക. നമുക്കതിനെ എന്തും ചെയ്യിപ്പിക്കാം. ഒരു ബിസ്ക്കറ്റ് ലാസ്റ്റ് കൊടുത്താൽ അത് ചെയ്തോളും. ഇതേപോലെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ വ്യക്തി കൺഫ്യൂസ്ഡ് ആവും, ശരിക്കും ഇത് ടോക്സിക് ആണ്, പക്ഷേ എനിക്ക് ആ വ്യക്തിയുടെ ആ കിട്ടുന്ന ഒരു പൊടി സ്നേഹം വേണം എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ കൂടെ ഗ്രാജ്വലി ഡെവലപ്പ് ആകുന്ന 2-3 സൈക്കോളജിക്കൽ ഇവല്യൂഷൻസ് ഉണ്ട് ഉള്ളിൽ നടക്കുന്നത്. ഒന്ന്, ആ വ്യക്തിയിൽ നിന്ന് കിട്ടുന്ന അബ്യൂസുകളെ നമ്മുടെ മൈൻഡ് റെഗുലറായിട്ട് നമുക്കൊരു സാധനം കിട്ടുമ്പോൾ അതിനെ നോർമലൈസ് ചെയ്യാൻ തുടങ്ങും. ഇറ്റ്സ് നോർമൽ. അങ്ങനെയാണല്ലോ, നമ്മൾ എന്തും റെഗുലർ ആകുമ്പോൾ അത് നോർമലാവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മൈൻഡ് അതൊക്കെ ഉണ്ടാവും, അതൊക്കെ നോർമലാണ്, ആ വ്യക്തി അങ്ങനെയാണ്, അങ്ങനെ നമ്മളതിനെങ്ങനെ നോർമലൈസ് ചെയ്യാൻ തുടങ്ങും. അതൊരു ട്രാപ്പാണ്. ഈ വിക്റ്റിം പോയി പെടുന്ന സ്റ്റേജാണ് ഞാൻ പറയുന്നത്. അതിനെ നോർമലൈസ് ചെയ്തിട്ട് അതിനെ സീരിയസ് ആയിട്ട് ചിന്തിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സർവൈവലാണ്. ഒരു വ്യക്തി സർവൈവലിൻ്റെ കാര്യത്തിൽ ആ വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് വിചാരിച്ചോ, ഈ അബ്യൂസ് ചെയ്യുന്ന എന്നാൽ ചെറുതായി സ്നേഹിക്കുന്ന ആളെയാണ് സർവൈവിങ്ങിൻ്റെ കാര്യത്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് വിചാരിച്ചോ. അപ്പോൾ തൻ്റെ സ്വന്തം സർവൈവലിനെ നശിപ്പിക്കുവാൻ ഒരാളും തയ്യാറാവില്ല. സ്വന്തം സർവൈവൽ എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ വ്യക്തിയെ സ്നേഹിച്ചേ പറ്റൂ, കൂടെ ജീവിച്ചേ പറ്റൂ. അങ്ങനത്തെ ഒരു സ്റ്റേജ് വരും. അപ്പോൾ ഞാൻ ആ വ്യക്തിയെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ സർവൈവൽ ഉപേക്ഷിക്കുന്ന പോലെയാണ്. അതിന് നമ്മൾ തയ്യാറാവുമോ? ഇല്ല. അപ്പോൾ അതൊരു ട്രാപ്പല്ലേ. ഇനി അടുത്തൊരു വിഷയം, ഇമോഷണലി ഈ വ്യക്തി ഒരുപാട് സ്നേഹം അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ടൈം അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ലവ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് എന്തൊക്കെയോ പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ മാനം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, പലതും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ഒരു ബന്ധം നിലനിർത്താൻ വേണ്ടി. അപ്പോൾ നമ്മൾ ആരാണോ ഒരു ബന്ധത്തിൽ മറ്റേ ആൾക്ക് വേണ്ടി ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൂടുതൽ ചെയ്തിട്ടുള്ളത്, ഇത്തരം ടൈം, എനർജി, ലവ്, കെയർ, ഇതൊക്കെ ആ വ്യക്തി ഒരു ബാങ്കിൽ FD ഇട്ട് വെച്ചിരിക്കുന്ന പോലത്തെ ഫീലാണത്. ഇതൊക്കെ അത്രയും പണിപ്പെട്ട് ഇത്രയും കാലം അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ബാങ്ക് പൂട്ടിപ്പോയാൽ ഉണ്ടാകുന്നൊരു പ്രശ്നം, അതിങ്ങോട്ട് തിരിച്ച് കിട്ടണ്ടേ. അപ്പോൾ അത് നമ്മൾ ഈ കൊടുത്ത വ്യക്തിയിൽ നിന്ന് അതിങ്ങോട്ട് തിരിച്ചു വാങ്ങിയാലേ ആ ബിസിനസ് പൂർണ്ണമാകുള്ളൂ, സ്നേഹത്തിൻ്റെ ബിസിനസ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട് നമ്മളുടെ ഉള്ളിൽ. അത് അയാളിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരാൻ തുടങ്ങണം. ചിലപ്പോൾ വിചാരിക്കുന്നത് ഇത് മെച്യൂരിറ്റി ആയിട്ടുണ്ടാവില്ല, ഇനിയും ചിലപ്പോൾ കുറേ ചെയ്യുമ്പോഴായിരിക്കും അത് ശരിയാവുണ്ടാവുള്ളൂ. ഭാവിയിൽ എന്നോ ഇത് ശരിയാകും, അതങ്ങോട്ട് ഫില്ലായിട്ട് പിന്നെ ഇങ്ങോട്ട് ഒഴുകാൻ തുടങ്ങും എന്നുള്ള തോന്നലില്ലേ. ഈ ചിലപ്പോഴൊക്കെ ഇത് സംഭവിക്കുകയും ചെയ്യും. പക്ഷേ പല കേസുകളിലും അത് വെറും ഒരു പാഴ് പ്രതീക്ഷയായിട്ട് പോകും. ഇദ്ദേഹം അത് ഭാവിയിൽ എന്നോ ശരിയാകാൻ പോകുന്നു എന്ന് വിചാരിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഇവിടെ നടക്കുന്ന വേറൊരു രസം എന്താ വെച്ചാൽ, ഞാനൊരു ഉദാഹരണം പറയട്ടെ. ഇത് സാധനം ഈ ഒരു കാര്യം അച്ഛൻ അമ്മയും മക്കളെ സ്നേഹിക്കുന്നിടത്തും സംഭവിക്കുന്നുണ്ടല്ലോ. അതായത് ഒരു കുട്ടി വളർന്നു വലുതായി 10-20 വയസ്സൊക്കെ ആകുമ്പോൾ അച്ഛനും അമ്മയും ശത്രുവായിട്ട് മാറുന്നു കുട്ടിക്ക്. നിങ്ങളാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് പറയുന്നു. കുട്ടിക്ക് ചിലപ്പോൾ പുതിയ ഒരാളായിട്ട് സ്നേഹം ഉണ്ടായിട്ടുണ്ടാവും. ആ സ്നേഹം ചിലപ്പോൾ ഇവരെ എതിര് പറയുന്നുണ്ടാവും. അപ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് അച്ഛനും അമ്മേനെയും ശത്രുവായി കാണാൻ വേണമെങ്കിൽ കുട്ടിക്ക് പറ്റും, ഈ ലവ് അത്ര അങ്ങോട്ട് തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ. പക്ഷേ അച്ഛനും അമ്മയ്ക്കും ഈ കുട്ടിയെ അങ്ങോട്ട് പെട്ടെന്ന് ശത്രുവായി കാണാൻ പറ്റില്ല, അങ്ങനെ അങ്ങോട്ട് ഉപേക്ഷിക്കാൻ പറ്റില്ല. ഉള്ളിൽ ഭയങ്കര വേദന ഉണ്ടാവും. ഇത് രണ്ട് അച്ഛനും അമ്മയും, പാരൻസിന് കുട്ടിയോടുള്ള സ്നേഹം, കുട്ടിക്ക് പാരൻസിനോടുള്ള സ്നേഹം. പാരൻസിന് കുട്ടിയോടുള്ള സ്നേഹം അത്രയും തീവ്രമാകാൻ കാരണം എന്താ? കുട്ടിക്ക് പാരൻസിനോട് എന്താ അത് അത്ര തീവ്രമല്ലാത്തപ്പോൾ ഇത്തരം കേസുകളിൽ ചെറുപ്പം തൊട്ടേ ആ കുട്ടിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ്. അതാണ് പോയിന്റ്. പാരൻസ് ഈ കുട്ടിയെ 0 ഏജ് മുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇവരുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇവരെ ഉറക്കം കളഞ്ഞിട്ടുണ്ട്, ഇവർ കഴിക്കാത്ത കുട്ടിക്ക് കഴിക്കാൻ കൊടുത്തിട്ടുണ്ട്. തൻ്റെ ലവ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മേലേക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റുകളായിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ 20 കൊല്ലം കൊണ്ട് ഈ കുട്ടിയിൽ ചെയ്ത ഇൻവെസ്റ്റ്മെൻറ്റിന് ഈ കുട്ടിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നോർമലി പ്രതീക്ഷിക്കും. പക്ഷേ ഈ കുട്ടി അച്ഛനമ്മമാർക്ക് വേണ്ടി ഒന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. കുറച്ച് സ്നേഹിച്ചിട്ടുണ്ടാവും എന്നല്ലാതെ അത്രയും അങ്ങോട്ട് കൊടുക്കുക എന്ന് പറഞ്ഞ പരിപാടിയല്ലല്ലോ. ഈ പാരൻറ്റ് ചൈൽഡ് റിലേഷൻഷിപ്പിലൊക്കെ ഈ കൈക്കോട്ട് പോലെയാണ്, ഇങ്ങോട്ടാണല്ലോ എല്ലാം. അപ്പോൾ ഈ കുട്ടിക്ക് ഇൻവെസ്റ്റ് ചെയ്ത സാധനങ്ങളൊക്കെ നഷ്ടമായി പോവുകയാണല്ലോ എന്ന ബോധമില്ല അവിടെ. അതാണ് പാരൻറ്റും മക്കളും തമ്മിൽ ഉണ്ടാകുന്ന ബഹളങ്ങളിൽ ഒരു പാരൻറ്റ് നല്ല ബോധം ഉണ്ടായിരിക്കേണ്ട കാര്യമാണ്. ഇത് 1 സൈഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ആ വ്യക്തിക്ക് നമ്മളെ വെറുക്കാൻ എളുപ്പമാണ്, നമുക്ക് അവരെ വെറുക്കാൻ അങ്ങനെ പറ്റില്ല എന്നുള്ളത്. അതുകൊണ്ട് പാരൻറ്റും കിഡും തമ്മിൽ വളർന്നു വലുതായ ശേഷം ഒരു ഫൈറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ പാരൻറ്റ് സഹിക്കേണ്ടി വരുന്നൊരവസ്ഥ വരും. പരമാവധി അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കുകയാണ് ഒരു പാരൻറ്റ് ചെയ്യേണ്ടത്. കാരണം കുട്ടിക്ക് അത്രയൊന്നും ആത്മാർത്ഥത ഉണ്ടാവണമെന്നില്ല അവിടെ. മനസ്സിലാവുന്നുണ്ടോ? പോസിബിലിറ്റിയാണ് ഞാൻ പറയുന്നത്. ഇതേപോലെ തന്നെയാണ് ഒരു മാരേജ് റിലേഷൻഷിപ്പിലോ ലവ് റിലേഷൻഷിപ്പിലൊക്കെ ഒരാളെപ്പോഴും നല്ലപോലെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും അദ്ദേഹത്തിൻ്റെ എനർജി. മറ്റേ ആൾ അതൊന്നും സ്വീകരിച്ചിട്ട് പോലും ഉണ്ടാവില്ല, ചിലപ്പോൾ അശ്രദ്ധമായിരിക്കും. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ബിസി ആയിരിക്കും, അദ്ദേഹത്തിൻ്റെ എൻജോയ്മെൻറ്റുകളിലും മറ്റും. അതായത് ചുരുക്കി പറഞ്ഞാൽ ഞാനും മൊയ്തീനുമാണെന്ന് വിചാരിച്ചോ. ഞാൻ മൊയ്തീനെ ഒരുപാട് സ്നേഹിക്കുന്നു, ഒരുപാട് കെയർ ചെയ്യുന്നു, ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നു മൊയ്തീന് വേണ്ടി. ഞാൻ വിചാരിക്കുന്നതൊക്കെ മൊയ്തീൻ എടുത്ത് വെച്ചിട്ട് ഭാവിയിൽ എനിക്ക് ഇരട്ടിയായിട്ട് തിരിച്ചു തരുമെന്നാണ്. ബട്ട് മൊയ്തീൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഇങ്ങനെയാണ്, മൊയ്തീന് ഞാനൊന്നും തരേണ്ട ആവശ്യം പോലും ഇല്ല. മൊയ്തീൻ സെൽഫ് സഫിഷ്യൻ്റ് ആണ്, ഇമോഷണലി സെൽഫ് സഫിഷ്യൻ്റ് ആണ്. അപ്പോൾ ഞാൻ സ്നേഹിച്ചാലും ഓക്കെ, സ്നേഹിച്ചില്ലെങ്കിലും ഓക്കെ, അങ്ങനെയാണ്. അപ്പോൾ മൊയ്തീൻ അതിനെ വലിയ സീരിയസ് ആയി കൺസിഡർ ചെയ്യുന്നൊന്നുമില്ല. ആ തന്നതിനെയൊക്കെ നമ്മൾ വിചാരിക്കുന്ന അതൊക്കെ അവിടെ അങ്ങനെ കണക്കായിട്ട് സ്റ്റോർ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ആ വ്യക്തിക്ക് അത് സ്റ്റോർ ആയിട്ടുണ്ടാവണമെന്നൊന്നുമില്ല. അവിടെയാണ് അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ഒരു അബ്യൂസർ ആവാൻ പറ്റുള്ളൂ. അല്ലാത്ത മനുഷ്യത്തുള്ള ഒരാൾ ഒരിക്കലും അബ്യൂസർ ആവില്ലല്ലോ. ഇതിനൊക്കെ വാല്യൂ ചെയ്യുന്ന ഒരാൾ അബ്യൂസർ ആവില്ലല്ലോ. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റുകൾ, ഈ ബന്ധങ്ങൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ അസാധുവാവുകയാണ്. അത് തിരിച്ചു കിട്ടില്ല, എന്നേക്കുമായി ആ പ്രയത്നങ്ങളൊക്കെ നഷ്ടമാവുകയാണ്. അപ്പോൾ ഒരു മനുഷ്യ മനസ്സ് സ്വാഭാവികമായിട്ട് ചിന്തിക്കുക, അതൊക്കെ ഇങ്ങോട്ട് തിരിച്ചു കിട്ടുന്ന വരെയും പണിയെടുക്കുക അതിൻ്റെ മേലെ എന്നുള്ള, ആ വ്യക്തിയെ ആൾട്ടർ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതാണ് ഈ ബന്ധങ്ങൾ ഇങ്ങനെ വലിച്ചഴിച്ചു കൊണ്ടുപോകുന്നതിൻ്റെ പിന്നിലുള്ള ഒരു സൈക്കോളജി. അതെന്തെങ്കിലും ശരിയാകും എന്നുള്ളത്. ചില ബന്ധങ്ങളിൽ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്, ഒരാളെ പ്രണയിക്കുന്നു, ബട്ട് ആ വ്യക്തിയുടെ സ്വഭാവത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത്ര തൃപ്തികരമൊന്നുമല്ല. പക്ഷേ ഈ ആൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും, അത് എൻ്റെ സ്നേഹം കൊണ്ട് ഞാനതൊക്കെ മാറ്റിയെടുക്കും. ഞാൻ വിവാഹം കഴിച്ച് ഞാൻ സ്നേഹിച്ച് ആ വ്യക്തിയുടെ സ്വഭാവങ്ങളെ മുഴുവൻ മാറ്റിയെടുക്കും. ഡെഫിനറ്റ്ലി അങ്ങനെ മാറ്റിയെടുത്ത കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. ബട്ട് അത് എല്ലായിടത്തൊന്നും വർക്കാവുന്ന സാധനമല്ല. ഇതൊന്നും ജനറലൈസ് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. എപ്പോഴേലൊക്കെ എവിടെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും എന്നുള്ളൊരു സത്യം. നമ്മൾ അങ്ങനത്തെ 2-3 കഥയും കൂടെ കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കോൺഫിഡൻസും കൂടും. ബട്ട് ഇതൊന്നും എല്ലാവരിലും പോസിബിൾ അല്ല. അപ്പോൾ അങ്ങനെ സ്നേഹം കൊണ്ട് ആളുകളെ മാറ്റിയെടുക്കുക, അത് ആ വ്യക്തിയുടെ ഇൻബിൽട്ട് വയറിംഗ് ആണ് എങ്കിൽ അതൊന്നും മാറാനൊന്നും പോകുന്നില്ല പല കാര്യങ്ങളും. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യാജ പ്രതീക്ഷ, ഞാൻ ഒരു നാൾ എൻ്റെ പാർട്ട്ണറെ മാറ്റിയെടുക്കും എന്നുള്ള ആ വ്യാജ പ്രതീക്ഷയും ഈ ബന്ധം അവസാനിപ്പിക്കുവാൻ പറ്റാതെ ഇവർ ട്രാപ്പഡായിരിക്കുകയാണ്. ആ പ്രതീക്ഷ കാരണം ഇന്നല്ലെങ്കിൽ നാളെ ശരിയാവും.
ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്ന് ഇതിനെപ്പറ്റി ശരിക്കും ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു തിയറി ഉണ്ട്. അതിനെ ലവ് ഇൻകാർണേഷൻ എന്ന് പറയും. ആക്ച്വലി എന്താ പറയുന്നത് വെച്ചാൽ ലവ് ഇൻകാർണേഷൻ, ലവ് പുനർജനിക്കുക എന്ന് പറയുന്നത് കോൺസെപ്റ്റ് ഇതാണ്. എക്സ്പ്ലെയിൻ ചെയ്യാം. ഓഫ് കോഴ്സ്. അതായത് ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് ലവ് എന്താണെന്ന് അറിയുന്നത് ആദ്യം ഉള്ള അറ്റാച്ച്മെൻറ്റ്, അതായത് പാരൻസിലൂടെയാണ്, മദർ ഫാദർ, ആ ഒരു പാരൻസിലൂടെയാണ്. അപ്പോൾ ആ കുട്ടീൻ്റെ ഒരു സോഫ്റ്റ്വെയറിൽ ലവ് ഈ ക്രോസ് ആയിട്ട് കിടക്കും. അതെ അതെ, ഒരു മകൾക്ക് അച്ഛനിൽ നിന്നും, അതെ, അതുപോലെ അമ്മയിൽ നിന്ന് ആൺകുട്ടിക്കും. അതെ, ഒരു ഹെറ്ററോസെക്ഷൽ രീതിയിൽ പോകാമെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഗേളിന് ഒരു ബോയിനോട് തോന്നുക പറയുന്ന സമയത്ത് ആ ബോയ് എന്ന് പറയുന്നത് ഒരു മാസ്കുലിൻ ഫിഗറാണ്. കാരണം ഗേൾ ആദ്യമായി കണ്ട ബോയ് അച്ഛനാണ്. അപ്പോൾ ഈ ലവ് എന്നുള്ള ടെംപ്ലേറ്റ് ആദ്യമായിട്ട് കിട്ടുന്നത് തൻ്റെ പാരൻസ് എന്നാണ്. അത് ഉദാഹരണത്തിന് നമുക്ക് ഗേളുടെ എക്സാമ്പിൾ എടുക്കാം. ഒരു ഉദാഹരണത്തിന് പറയുകയാണ്, ഗേളിനും ഒരു അച്ഛന് കിട്ടുന്ന ലവ് ആണ് ഗേൾക്ക് ഒരു പുരുഷൻ്റെ നിന്ന് കിട്ടുന്ന ലവ് എന്താണെന്നുള്ളതിൻ്റെ ടെംപ്ലേറ്റ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ആ കുട്ടി വളർന്ന് വലുതാകുമ്പോൾ ഉണ്ടാകുന്ന റിലേഷൻഷിപ്സിനെ അത് ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് സൈക്കോളജി പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞു ആ ടെംപ്ലേറ്റ് അവിടെ നിന്നാണ് കിട്ടുന്നതെന്ന്. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ ടെംപ്ലേറ്റിൽ നിന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ ഫാദർ ഈ കുട്ടിയോട് എങ്ങനെ രീതിയിലാണ് ലവ് പ്രകടിപ്പിച്ചത് എന്നുള്ള രീതിയിലായിരിക്കും. ഇപ്പോൾ എല്ലാ പാരൻസും ഭയങ്കര അധികം ലവിങ്ങും കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ ഈ ഒരു ഗേൾ ചൈൽഡിനോട് ഈ ഫാദർ അത്രയ്ക്ക് ലവിങ് ഒന്നും അല്ല, ഭയങ്കര ഇമോഷണലി ഡിസ്റ്റൻ്റ് ആണ്, അല്ലെങ്കിൽ കുറച്ച് റൂഡാണ്, ഭയങ്കര അധികം അങ്ങനെ അഫെക്ഷനേറ്റ് ഒന്നും അല്ല. പക്ഷെ ചെറിയ ഫാദർ എന്നുള്ള രീതിയിൽ ആ ഒരു ലവ് എന്നുള്ളൊരു കാര്യം ആ കുട്ടി അങ്ങനെയാണെന്ന് എക്സ്പെക്ട് ചെയ്യും. ഇതാണ് ലവ് എന്നായിരിക്കും എക്സ്പെക്ട് ചെയ്യും. പക്ഷെ അത് ലവ് എന്നായിരിക്കണമെന്നില്ല, ഭയങ്കരധികം പ്രോബ്ലമാറ്റിക് ആയിരിക്കും എന്ന് വയ്ക്കുക. പക്ഷേ ഈ കുട്ടിയുടെ മൈൻഡിൽ ഇതാണ് ലവ് എന്നുള്ള ഒരു ടെംപ്ലേറ്റ് ആയിരിക്കും കയറിയിട്ടുണ്ടാവും. സൈക്കോളജിക്കൽ തിയറി പറയുന്നത് വെച്ചാൽ ഈ ഒരു കുട്ടിയുടെ സബ് കോൺഷ്യസ് ലവിനെ റിലേറ്റ് ചെയ്യുന്നത് ഈ രീതിയിലാണ്. ഇനി ഈ കുട്ടി വളർന്ന് വലുതായി ഒരു അഡൾട്ട് ആകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ടീനേജർ കഴിയുന്ന സമയത്ത് ഈ കുട്ടിക്ക് അട്രാക്ഷൻ തോന്നുന്ന ആരോടാണെന്ന് വെച്ചാൽ സെയിം എപ്പിസോഡിന്റെ കണ്ടിന്യൂറ്റി പോലെ, അതായത് ഈ ഒരു ഫാദറിനെ റിസംബിൾ ചെയ്യുന്ന ആൾക്കാരെ ആയിരിക്കും ഈ കുട്ടി വിസിബിളി അങ്ങനെ ആവണമെന്ന് പോലും ഇല്ല, പക്ഷെ ആ ഫീൽ ജനറേറ്റ് ചെയ്യും, ആ ഒരു അട്രാക്ഷൻ തോന്നും. അതായത് ഈ കുട്ടി ഇതിനെ റിസംബിൾ ചെയ്യുന്ന ആൾക്കാരെ തേടി പിടിക്കുന്ന പോലെ, അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകളോടായിരിക്കും ഈ കുട്ടിക്ക് ഇൻഫാച്വേഷൻ തോന്നുന്നുണ്ടാവുക. നോക്കുമ്പോൾ ആൾക്ക് തുടക്കത്തിൽ അങ്ങനെ അല്ലെങ്കിൽ പോലും ആളുടെ എല്ലാ ക്വാളിറ്റീസും ഓൾമോസ്റ്റ് ഫാദറായിട്ട് റിസംബിൾ ചെയ്യുന്നുണ്ടാവും, എങ്ങനെ ലവ് പ്രകടിപ്പിക്കുന്നു എന്നുള്ളത്. അപ്പോഴാണ് നമ്മൾ പറയുന്നത് പറഞ്ഞ പോലെ അവർ അബ്യൂസീവ് ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ ഫാദർ ഒരു ടൈമിൽ അബ്യൂസീവ് ആയിരിക്കും, അവർ ഇമോഷണലി ഡിസ്റ്റൻ്റ് ആയിരിക്കും. പക്ഷെ കാരണം എന്താ വെച്ചാൽ ഫാദർ അങ്ങനെയായിരിക്കും. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ സബ് കോൺഷ്യസ് എന്താ ഉദ്ദേശിക്കുന്നത്, ഒരു സ്ട്രാറ്റജിയാണ് അത്. എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എൻ്റെ ഫാദറിനെ പോലെ ഒരാളെ കണ്ടുപിടിച്ചിട്ട് ആ വ്യക്തിയിൽ നിന്ന് എനിക്ക് സ്നേഹം കിട്ടുകയാണെന്ന് വെച്ചാൽ ഒരിക്കൽ എനിക്ക് കിട്ടാതെ പോയ ഒരു കാര്യത്തിന് ഞാൻ അവിടെ ഫില്ല് ചെയ്യും. അങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുന്നുണ്ട്, ബാക്ക്ഗ്രൗണ്ടിൽ മനസ്സിലാവുന്നുണ്ട്. അതിനാണ് ലവ് ഇൻകാർണേഷൻ. ഇപ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചാലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഒരു ഫാദർ 10-15 വയസ്സ് 20 വയസ്സുള്ള പെൺകുട്ടികളെ പോലും ഇപ്പോൾ പുറത്തേറ്റി നടക്കുക, സ്നേഹിക്കുക, ലാളിക്കുക, അങ്ങനെ അമിതമായി സ്നേഹലാളനകൾ കൊടുക്കുന്ന ഒരു ഫാദർ ഉണ്ടെന്ന് വിചാരിച്ചോ. ഇത് റിയലി ഞാൻ പല കേസുകളിലും കണ്ടിട്ടുള്ളതാണ്. അങ്ങനെയുള്ള പെൺകുട്ടികൾക്ക് തൻ്റെ ഹസ്ബൻഡും തന്നെ അങ്ങനെ ചെയ്യും എന്നുള്ള ഒരു ചിന്താഗതി ഉള്ളിലെവിടെയോ കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരാണിൽ നിന്ന് കിട്ടിയിട്ടുള്ള സ്നേഹം അത് അച്ഛനായിപ്പോയി, പക്ഷെ പാർട്ട്ണർ ആവുമ്പോൾ അത് ഡിഫറെൻ്റ് ആവും. പക്ഷെ ആ സാധനം ഒരു ഭർത്താവിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ടോ? എല്ലായിടത്തും കിട്ടണമെന്നില്ല. അപ്പോൾ അതാണ് ഒരു ഫാദേഴ്സ് ഇങ്ങനെ ലാളിക്കുമ്പോൾ ഒരു ആണിൽ നിന്ന് കിട്ടിയ സ്നേഹത്തിൻ്റെ എക്സ്പീരിയൻസ് മുഴുവൻ അങ്ങനെ കിടക്കുമ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റിയും ഇത് പോസിറ്റീവ് വേയാണ് ഞാൻ പറയുന്നത്. ആ പെൺകുട്ടി എക്സ്പെക്റ്റ് ചെയ്യും, പക്ഷേ ആ എക്സ്പെക്റ്റേഷൻ റോങ് ആണ് അവിടെ. മനസ്സിലാവുന്നുണ്ടോ? സബ് കോൺഷ്യസ്ലി ആണ്, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. കുട്ടികളിലും ഈ സംഭവം നമ്മൾ ചെയ്യാറില്ലേ? ഇപ്പോൾ പഠിച്ച് വലിയ ഡോക്ടറാകണം, പൈലറ്റാകണം എന്നൊക്കെ ആഗ്രഹിച്ചത് നടന്നില്ലേ എനിക്ക് എങ്കിൽ പൊതുവെ പിന്നെ അടുത്ത എൻ്റെ കയ്യിലുള്ള ഓപ്ഷൻ എന്തായിരിക്കും? എൻ്റെ കുട്ടി അങ്ങനെ ആക്കുക എന്നുള്ളതായിരിക്കില്ലേ? ഇതൊക്കെ നമ്മളുടെ എക്സ്പെക്റ്റേഷനുകളുടെയും സ്നേഹത്തിൻ്റെയും ലക്ഷ്യത്തിൻ്റെയും ഒക്കെ റീഇൻകാർണേഷൻസ് ഉണ്ട് വാസ്തവത്തിൽ. ബട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന വ്യക്തിക്ക് അത് പറ്റണ്ടേ അത് ചെയ്യാൻ വേണ്ടി? നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഡിമാൻഡ് ചെയ്യുന്ന സാധനമാണത്. ഇത് പറഞ്ഞപ്പോഴൊരു കാര്യം കൂടെ ഓർത്തത്, നമ്മൾ ഈ ക്രഷ്, ലവ്, ആദ്യ ദർശനത്തിൽ തന്നെ പ്രണയം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാക്കുകളൊക്കെ ഇല്ലേ, നമ്മൾ വിചാരിക്കുന്നത് അവിടെ എന്തോ ഡിവൈനായിട്ടുള്ള രണ്ട് സാധനങ്ങൾ, കറക്റ്റ് ചേരേണ്ട സാധനങ്ങൾ കണക്റ്റായി നമുക്ക് ഏറ്റവും ചേരുന്ന ആളെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്നാണ് വിചാരിക്കുന്നത്. സ്പാർക്ക് തോന്നുക, ലൈക്ക് അട്രാക്ട് ലൈക്ക് എന്ന് പറയില്ലേ, നമ്മൾക്ക് ഏറ്റവും അനുയോജ്യനായ ആളെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് നമ്മളുടെ ആഗ്രഹങ്ങളെല്ലാം ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന ഒരാൾ എന്നൊക്കെ വിചാരിക്കുന്നത്. പക്ഷേ അതല്ല വാസ്തവത്തിൽ നമ്മളുടെ സബ് കോൺഷ്യസ് ലെവലിൽ കിടക്കുന്ന
ഏറ്റവും ദയനീയമായ സ്ഥലത്തിന് അനുയോജ്യനായ ആളെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് സത്യം. ഇത്തരത്തിലുള്ള കേസുകളിലാണ് ഈ പ്രണയ വിവാഹങ്ങളൊക്കെ വിവാഹശേഷം ഭയങ്കരമായിട്ട് ഡാമേജ് ആയി പോകും. നമ്മൾ കണ്ടിട്ടില്ലേ? അവർക്ക് പോലും അറിയില്ല. അവർ വിചാരിക്കുന്നത് ദെയർ ബെസ്റ്റ് ചോയ്സ് എന്തുകൊണ്ട് ഇങ്ങനെയായി എന്നുള്ളതാണ്. അത് അവർ കോൺഷ്യസ്ലി എടുത്തൊരു ബെസ്റ്റ് ചോയ്സ് ആയിരുന്നില്ലെന്നും അവരുടെ സൈക്കോളജി, അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് അവരെ ട്രാപ്പ് ചെയ്തതായിരുന്നു എന്നുള്ളതൊക്കെ പഠിക്കുമ്പോൾ മാത്രമാണ് എന്തവിടെ സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, ആദ്യം ചോദിച്ച ചോദ്യത്തിൻ്റെ ആൻസറിലേക്ക് ഞാൻ വീണ്ടും വരാം. ഇത്തരത്തിലുള്ള ഇതൊക്കെ കാരണം കൊണ്ടായിരിക്കാം ബന്ധങ്ങൾ ഉണ്ടാകുന്നത്. ബട്ട് അബ്യൂസിങ് നേച്ചർ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിനെ ഞാൻ കുറച്ചൊരു ഫിക്ഷണലായിട്ട് പറഞ്ഞുതരാം. പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു ലാംഗ്വേജിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ബ്രെയിനിന് ഒരു സ്വിച്ച് ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു സർക്യൂട്ട് ബ്രേക്കർ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു സാധനം അത് അതിൻ്റെ ഒരു പീക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ആ സർക്യൂട്ട് ബ്രേക്കർ താഴ്ന്നു പോകുമെന്ന് വിചാരിക്കുക. അതേപോലെ ഒരു സംവിധാനം നമ്മളിലുണ്ട്. ഇത് ജീവനും ജീവിതവും തമ്മിലുള്ളൊരു ഗെയിമാണ്. എക്സ്പ്ലെയിൻ ചെയ്യാമോ? ജീവനും ജീവിതവും എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ജീവനോടെ ഇരിക്കുന്നു എന്നുള്ളതാണ് ആ വ്യക്തിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ജീവിതം എന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻസ് ബേസ്ഡ് ആയിട്ടുള്ള സാധനമാണ്. വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരാൾക്കും ജീവനുണ്ട്, പക്ഷെ ജീവിതമില്ലല്ലോ. അപ്പോൾ അതുപോലെയാണ് ഒരു വ്യക്തിയുടെ ജീവനും ജീവിതവും ചൂസ് ചെയ്യാൻ ഒരു ഓപ്ഷൻ വന്നാൽ അയാൾ ജീവനെ ചൂസ് ചെയ്യുള്ളൂ, സർവൈവലെ ചൂസ് ചെയ്യുള്ളൂ. കാരണം സർവൈവലാണ് ഒരു ഒരു വ്യക്തിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഞാൻ ഒരു വ്യക്തിയിൽ നിന്നും അബ്യൂസിങ് ആയിട്ടുള്ള അനുഭവങ്ങൾ നേടിക്കൊണ്ടേയിരിക്കുന്നു, ബട്ട് എൻ്റെ സർവൈവൽ അവിടെ നടക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അബ്യൂസിങ് ആയിട്ടുള്ള അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട്, ബട്ട് സർവൈവൽ അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എൻ്റെ ജീവൻ ഇവിടെ സേഫാണ്. ഇപ്പോൾ അങ്ങനെ അബ്യൂസ് ചെയ്യുന്ന ഒരാളുടെ കൂടെ ഞാൻ ജീവിക്കുകയാണ്. ബട്ട് ഒരു കാര്യം ഉറപ്പാണ്, റോഡിൽ കൂടെ പോകുന്ന ഒരാൾ വന്നിട്ട് എന്നെ ഒന്നും ചെയ്യില്ല, ഉറപ്പല്ലേ? ബാക്കി എല്ലാം കൊണ്ടും ഞാൻ പ്രൊട്ടക്റ്റഡ് ആണ്. പക്ഷേ ഇയാളെ സഹിക്കണം. ഇത്രയാണ് പ്രശ്നമുള്ളത്. ഇങ്ങനത്തെ അനുഭവങ്ങളിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾക്ക് ഈ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് ഇയാളെ ഒഴിവാക്കണം എന്നൊക്കെ തോന്നുന്ന ഒരു പോയിന്റിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ സർവൈവൽ ബുദ്ധിമുട്ടിലാകും എന്നുള്ള ഒരു ബോധമുള്ളിലുള്ളത് കൊണ്ട് അങ്ങനെ ചിന്തിക്കുവാനുള്ള ശേഷിയുടെ സ്വിച്ച് ഉണ്ടല്ലോ, അത്തരത്തിൽ റാഷണലി ചിന്തിക്കുവാനുള്ള ആ ശേഷിയുടെ സ്വിച്ച് അത് താഴ്ന്നു പോകും. അത് താഴ്ന്നു പോകുമ്പോഴാണ് ഇയാൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങോരെന്നെ ഇത്രയും ഉപദ്രവിച്ചിട്ടും എനിക്ക് അങ്ങോട്ട് സ്നേഹം തോന്നുന്നത്, അറ്റാച്ച്മെൻറ്റ് തോന്നുന്നത് എന്നൊരു ഫീൽ അവിടെ ഉണ്ടാവുന്നത്. അത് നമ്മുടെ ബ്രെയിൻ നമ്മളെ ഒരു സർവൈവൽ മാത്രം നടന്നാൽ മതി, ഇപ്പോൾ തൽക്കാലം ജീവിതമില്ലെങ്കിലും ജീവനെങ്കിലും നടന്നു പോകട്ടെ എന്നുള്ള രീതിയിലേക്ക് സ്വിച്ച് ചെയ്യുന്നതാണ്. ഇത്തരത്തിൽ നമ്മൾ സ്വിച്ച് ചെയ്യുമ്പോൾ ആ ട്രോമകളിലൂടെ കടന്നുപോയിട്ട് വീണ്ടും അവരെ സ്നേഹിക്കുവാനുള്ള ടെൻഡൻസി ഡെവലപ്പ് ചെയ്ത് ഇതെങ്ങനെയാ വെച്ചാൽ നമ്മളൊരു കുഴിയിലിട്ടിട്ട്, ഒരു 10 അടി താഴ്ചയുള്ളൊരു കുഴിയിൽ മൊയ്തീനെ ഇട്ടിട്ട് ഒരു കൊട്ടം മണ്ണ് കൊട്ടിയെന്ന് വിചാരിക്കുക. മൊയ്തീൻ അതിൻ്റെ മേലെ കയറിയിരുന്നു, വീണ്ടും ഒരു കൊട്ടം മണ്ണ് കൊട്ടി, മൊയ്തീൻ അതിൻ്റെ മേലെ കയറിയിരുന്നു. ഇങ്ങനെ മൊയ്തീൻ എത്ര തലയിൽ മണ്ണ് കൊട്ടുമ്പോഴും മൊയ്തീൻ അതിൻ്റെ മേലേക്ക് കയറി നിൽക്കാൻ ശ്രമിക്കുകയാണ്. ഇതേപോലെയാണ് അബ്യൂസ്. പിന്നെ നമ്മൾ സർവൈവ് ചെയ്യുന്നു, അബ്യൂസ് അതിനെ സർവൈവ് ചെയ്യുന്നു. ഇങ്ങനെ ഈ അബ്യൂസിനെ സർവൈവ് ചെയ്ത് അതൊരു പുതിയ പാറ്റേണായി മാറിയിട്ട് അതിൻ്റെ കൂടെ ഈ സർവൈവൽ പ്രോബ്ലം കൂടെ അവിടെ ഉള്ളത് കൊണ്ട് ഈ വ്യക്തിയുമായിട്ടൊരു പുതിയ തരം ബോണ്ട് ഉണ്ടാവും. അതൊരു സ്നേഹബന്ധമല്ല, അതൊരു ഭാര്യ-ഭർത്തൃ ബന്ധമല്ല, അതൊരു ലവ് റിലേഷൻഷിപ്പല്ല, റൊമാൻറ്റിക് റിലേഷൻഷിപ്പല്ല, ഒന്നുമല്ല. അതിനെയാണ് നമ്മൾ ട്രോമ ബോണ്ട് എന്ന് വിളിക്കുക. ട്രോമകളാൽ ട്രോമ കൊണ്ട് ഒട്ടിപ്പോയി. അത് ആ ട്രോമ നാച്ചുറലായി മാറും. ചിലപ്പോൾ അവർക്ക് ഒരു 4 ദിവസം ഈ അബ്യൂസ് ചെയ്യുന്ന ആളുടെ അബ്യൂസ് ആക്റ്റുകൾ കാണാതിരുന്ന ബോറടിക്കും ചെയ്യും. ആ സ്റ്റേജും ഉണ്ട്. ഇവർക്ക് തല്ലു കൊള്ളണം, ചീത്തവിളി കേൾക്കണം. ഒരു സുപ്രഭാതത്തിൽ ആ വ്യക്തി ഒന്ന് മൗനമായിരിക്കട്ടെ, ആ അബ്യൂസർ മൗനമായിരിക്കട്ടെ, ഇവർ ചോദിച്ചു വാങ്ങും പോയിട്ട്. കാരണം അവർക്കത് നാച്ചുറലായി മാറി. അവരതിൻ്റെ കൂടെ ഇഴുകിച്ചേർന്ന് ആ ജീവിച്ചു പോയി. ഞാൻ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഒരു ഭയങ്കര ട്രോമാറ്റിക് ആയിട്ടുള്ള ഈ പറഞ്ഞ ട്രോമ ബോൺസിലൂടെ കടന്നു വന്നവരായിരിക്കും പാസ്റ്റ് റിലേഷൻഷിപ്സിൽ. അപ്പോൾ അത് അവർക്ക് നല്ലതല്ല എന്നുള്ളത് അറിയാം. എന്നിട്ട് അവർ ലക്കിലി ഒരു പാർട്ട്ണറിനെ ഫൈൻഡ് ചെയ്തിട്ടുണ്ടാവും. ഭയങ്കര ഹെൽത്തി ആയിരിക്കാം, ഭയങ്കര ലവിങ് ആയിരിക്കാം, സപ്പോർട്ടിങ് ആയിരിക്കാം, ഇമോഷണലി അവൈലബിൾ ആയിരിക്കാം. പക്ഷെ ഇവർക്ക് അവരെ ബോറടിക്കും. കാരണം അവിടെ എക്സ്പീരിയൻസ് എടുക്കല്ലേ. അതെ. അപ്പോൾ എപ്പോഴും ഫൈറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇത്തിരി പ്രകോപിപ്പിക്കുക, ഇത്തിരി ശുണ്ഠി പിടിപ്പിക്കുക, ഒരു ബഹളം ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മൾക്ക് ഇൻസ്റ്റിങ്ക്റ്റിൽ തന്നെ കിടക്കുന്ന ഒരു സാധനമാണോ എന്ന് എനിക്ക്
പല ഒബ്സർവേഷനിലും തോന്നിയിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ നമ്മുടെ പെറ്റ്സിനെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് വെറുതെ ദേഷ്യം പിടിപ്പിച്ച് അത് നമ്മുടെ മേലെ കിടന്ന് ബഹളം ഉണ്ടാക്കി കടിച്ച് മറിയുന്നതൊക്കെ, നായ്ക്കുട്ടി പൂച്ചക്കുട്ടീനൊക്കെ ദേഷ്യം പിടിപ്പിക്കുന്നത് നമുക്കൊരു കൗതുകം ഇഷ്ടമുള്ളൊരു സാധനമല്ലേ. ചെറിയ കുട്ടികളെ 2-3 വയസ്സുള്ള കുട്ടികളെ ഇതുപോലെ ഓരോന്ന് കാണിച്ച് ദേഷ്യം പിടിപ്പിച്ച് നമ്മുടെ പിന്നാലെ തല്ലാൻ വരുന്നതൊക്കെ നമ്മൾ എൻജോയ് ചെയ്യുന്നില്ലേ. അപ്പം നമുക്ക് അവരുടെ ഒരു അറ്റൻഷൻ കിട്ടും, നമ്മളവരെ പ്രകോപിപ്പിക്കുമ്പോൾ. പക്ഷേ ഇതൊരു അഡൾട്ടിനോട് പോയി കാണിക്കുമ്പോൾ അത് സിമ്പിളായിരിക്കില്ല. ഒരു പെറ്റ് ചെയ്യുന്ന പോലെ, കുട്ടി ചെയ്യുന്ന പോലെ ആയിരിക്കില്ല. അത് കുറച്ചുകൂടെ ഭീകരമായ അനുഭവങ്ങൾ ഉണ്ടാകും, ഹർട്ട് ചെയ്യും എന്നുള്ളതാണ് പ്രശ്നം. ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഈ സീരിയസ് റിലേഷൻഷിപ്പുകളിൽ നമ്മളുകൊണ്ട് കാണിക്കുന്നു എന്നുള്ളത് ഒരു ബുദ്ധിയില്ലായ്മയാണ് സത്യത്തിൽ. അപ്പോൾ ട്രോമ ബോണ്ട് എന്ന് പറഞ്ഞില്ലേ ഞാൻ, ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. പക്ഷേ വ്യക്തി വിചാരിക്കുന്നത് സ്നേഹമാണെന്നാണ്. അല്ല, അത് ട്രോമ കൊണ്ട് ഉണ്ടായ ഒരു തരം ഒട്ടിപ്പിടുത്തമാണ്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് അറ്റാച്ച്മെൻറ്റ്. പല ടൈപ്പ് ഓഫ് അറ്റാച്ച്മെൻറ്റുകളുണ്ടല്ലോ. ആ അറ്റാച്ച്മെൻറ്റുകളിൽ ഒരു അറ്റാച്ച്മെൻറ്റാണ് ഈ കിടക്കുന്നത്. പിന്നെ ഒരാനയും പാപ്പാനും പോലെയുള്ള ബന്ധം എന്ന് പറയാം. ഒരാനയെ ആനപ്പാപ്പാൻ വടിയും കുന്തവും കാണിച്ച് പേടിപ്പിച്ചും ഇടിച്ചും കുത്തിയും വേദനിപ്പിച്ചുമാണ് അനുസരണ പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നീട് എന്നും ആനപ്പാപ്പാൻ കുത്തുന്നും ഉപദ്രവിക്കുന്നതും ഉണ്ടാവില്ലായിരിക്കും. ചിലപ്പോൾ ആന പാപ്പാൻ്റെ കൂടെ വളരെ രസകരമായിട്ട് പാപ്പാനെ അനുസരിച്ച് കുഞ്ഞുകുട്ടിയെപ്പോലെ അനുസരിച്ച് നടക്കുന്നതൊക്കെ കണ്ട് ഇവിടെ വലിയ കാവ്യങ്ങളൊക്കെ എഴുതാറുണ്ട്. ആനയും പാപ്പാനും തമ്മിലുള്ള സ്നേഹം. പാപ്പാൻ്റെ വെർഷനാണ് നമ്മൾ കേൾക്കുന്നത്. ആനയുടെ വെർഷൻ എന്താണെന്നറിയോ? ട്രോമ ബോണ്ടാണ്. ആന ഭയന്ന് ഭയവും ജീവിതവും തമ്മിൽ സെറ്റായി പോയതാ. ആനയ്ക്ക് 2 കുത്തും കൊള്ളണം. പിന്നെ അതേ പാപ്പാൻ തന്നെയാണ് വെള്ളം കൊടുക്കുന്നത്, ശർക്കര ഉരുട്ടി കൊടുക്കുന്നത്, ചോറ് ഉരുട്ടി കൊടുക്കുന്നത്. അതേ പാപ്പാൻ തന്നെയാണ് കഴിക്കാനുള്ള പട്ടയും ഇലകളും കൊണ്ട് കൊടുക്കുന്നത്. സോ ആന കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഉപദ്രവം സഹിച്ചാൽ തിന്നാനുള്ളത് കിട്ടും. പുള്ളിയെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു സേഫ് സോണായി മാറിയിട്ടുണ്ട് ആനയ്ക്ക്. അത് പൊട്ടിച്ചെറിയുന്ന സമയങ്ങളുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ ആനയും പാപ്പാനും തമ്മിലുള്ള ബന്ധം പോലെയാണ് വാസ്തവത്തിൽ ട്രോമ ബോണ്ടുകൾ. പാപ്പാനെ പേടിച്ച് ജീവിക്കുന്ന ആനയുടെ അവസ്ഥ. സ്വന്തം ശക്തി പോലും തിരിച്ചറിയാനുള്ള കഴിവില്ലാതെ ആന ഇത്രയും പോകുന്നൊരു പാപ്പാനെ അനുസരിച്ച് ജീവിക്കുന്നില്ലേ. ഈ സ്റ്റേജിലേക്ക് ഒരു വ്യക്തി എത്തുന്നു. അത് തിരിച്ചറിയൽ. ഇതിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇത് തിരിച്ചറിയൽ, ഞാനൊരു ട്രോമ ബോണ്ടിലാണ്, അല്ലാതെ ഒരു നല്ല ഹെൽത്തി റിലേഷൻഷിപ്പിലല്ല എന്ന് തിരിച്ചറിയുന്ന മൊമെൻറ്റിലാണ് നമുക്ക് ഈ ബന്ധം നിർത്തണോ തുടരണോ വേണ്ടയോ എന്നുള്ളതൊക്കെ തീരുമാനിക്കാൻ പറ്റുക. ഈ അവയർനെസ് പോലും ഇല്ല ആളുകൾക്ക് പലർക്കും. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ഇപ്പോൾ ഒരാൾക്ക് ഇങ്ങനെ തോന്നുകയാണ്, ഓക്കെ ഐ എം ഇൻ എ റിലേഷൻഷിപ്പ് ലൈക്ക് ദാറ്റ് എന്ന് തോന്നുകയാണ്, ഞാൻ ട്രോമ ബോണ്ടിലായിരുന്നു, എനിക്ക് ആ ഒരു അവയർനെസ് അവർക്കുണ്ട്. അങ്ങനെയാണെന്ന് വെച്ചാൽ നെക്സ്റ്റ് ആയിട്ട് അവർ ഉൾക്കൊള്ളേണ്ട അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കേണ്ട രീതിയിൽ പറയുന്നത് വെച്ചാൽ എന്തായിരിക്കും അവരോട് അഡ്വൈസ് ചെയ്യുക? ആ വ്യക്തി ആദ്യം സ്വയം ഒരു ട്രോമ ഹീലിംഗ് ചെയ്യണം. ആ വ്യക്തി ട്രോമ മൂലമുണ്ടായിട്ടുള്ളൊരു പുതിയ വ്യക്തിത്വമുണ്ട്. ഈ വിക്റ്റിമിന് ട്രോമാസിലൂടെ കടന്നു വന്ന് ഒരു പുതിയ വ്യക്തിത്വം ഉണ്ടാവും. നമ്മുടെ കൈ ഒരുപാട് കൈക്കോട്ട് പിടിച്ച് കളച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു തഴമ്പുണ്ടാവില്ലേ, സെൻസിറ്റിവിറ്റി പോയൊരവസ്ഥ വരില്ലേ. ഇതുപോലെ മൈൻഡിനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് മൈൻഡിന് ഇത്തരത്തിലുള്ള തഴമ്പുകൾ ഉണ്ടാക്കാൻ പരിശീലനം കൊടുക്കുന്ന ഒരാളാണ് ഞാൻ കേട്ടോ. പക്ഷെ അത് റോങ് സ്ഥലത്ത് കൊണ്ട് ഉണ്ടാക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ റോങ്ങായ രീതിയിൽ അത് തഴമ്പുണ്ടാകരുത്. അപ്പോൾ നമ്മൾക്ക് മൈൻഡിൻ്റെ ഈ ഏരിയയിൽ തഴമ്പ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു പേഴ്സണാലിറ്റി ഉണ്ടല്ലോ, ഈ ട്രോമ അനുഭവിച്ച് ഇവോൾവ് ആയ പേഴ്സണാലിറ്റിയെ നോർമലൈസ് ആയത്, അതിൻ്റെ മേലെ കുറേ അധികം വർക്ക് ചെയ്ത് തെറാപ്പീസൊക്കെ ചെയ്ത് ആ ട്രോമയിൽ നിന്ന് ബിൽഡായ പേഴ്സണാലിറ്റിയെ അവിടെ പതുക്കെ ഡയലൂട്ട് ചെയ്ത് കളഞ്ഞ് തൻ്റെ റിയൽ പേഴ്സണാലിറ്റി എന്താണെന്നുള്ള അവയർനെസ്സിലേക്ക് ആ വ്യക്തി വരണം. ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റിയെ അവിടെ റീ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതുപോലെ സ്വന്തം നീഡ്സ് എന്തൊക്കെയാണ്, എന്താണ് എനിക്ക് ശരിക്കും വേണ്ടത്, എന്തൊക്കെ അലൗഡ് അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ആ പേഴ്സണൽ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ പഠിക്കുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ മൊയ്തീൻ അബ്യൂസറും ഞാൻ വിക്റ്റിമാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇത്രയും കാലം എൻ്റെ ടോളറൻസ് കൊണ്ട് ഇതിങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തു, എൻ്റേതായൊരു വ്യക്തിത്വം, എൻ്റെ കോറിനെ കുറിച്ച് ഞാൻ ബോധ്യപ്പെട്ടു. ഞാൻ എന്തിനായി ബന്ധം തുടങ്ങിയത്, ഞാൻ എന്ത് പ്രതീക്ഷിച്ചിട്ടാണ് ജീവിതം ആരംഭിച്ചത്, ഇതിനെക്കുറിച്ചൊക്കെ അതൊക്കെ മറന്നുപോയി നമ്മളെ. അതൊക്കെ വീണ്ടും ഇവിടെ തിങ്കിങ് ചെയ്യുന്നു. എന്നിട്ട് എൻ്റെ വിവാഹം കഴിക്കുന്നതിന് മുമ്പത്തെ ഒരു ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നല്ലോ, ആ ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റി ഇവിടെ റീ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഇപ്പോൾ എനിക്കൊരു കപ്പിൾ ഐഡൻറ്റിറ്റി ഉണ്ട്, ഒരു ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റി ഉണ്ട്. ഈ ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റിക്ക് ഞാനൊരു ബൗണ്ടറി കെട്ടുന്നു, അത് സേഫാക്കി വയ്ക്കുന്നു. ഈ ബൗണ്ടറിയുടെ ഇപ്പുറത്തേക്ക് കയറി കൈ കടത്തി കഴിഞ്ഞാൽ അതൊക്കെ ഒരു റെഡ് ഫ്ലാഗായിട്ട് ഞാൻ പരിഗണിക്കണം. എന്നിട്ട് ആ ബൗണ്ടറിയെ ഒബ്സർവ് ചെയ്യണം. ഈ ബൗണ്ടറിയിൽ എത്രയധികം മറ്റേ വ്യക്തി അനധികൃതമായി ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ടെന്നുള്ളത്, ആ റെഡ് ഫ്ലാഗ്സ് ഒക്കെ അളക്കണം.
ആ റെഡ് ഫ്ലാഗ്സിന് ഒരു കൗണ്ട് വെക്കണം. ഇതൊരു 25 റെഡ് ഫ്ലാഗ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ബന്ധം റോങ് ആണെന്ന് ഞാൻ മനസ്സിലാക്കണം എന്നുള്ളത്. അത്തരത്തിൽ ആ ബൗണ്ടറി വെക്കുമ്പോൾ തന്നെ ഈ വ്യക്തിക്കൊരു ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റി വരുമ്പോൾ തന്നെ ഒരു ചെറിയ രീതിയിൽ കുറച്ചൊക്കെ സ്വന്തം വ്യക്തിത്വം കാണിക്കാൻ തുടങ്ങും തിരിച്ച്. അപ്പം മറ്റേ വ്യക്തിയും ഡിസ്റ്റർബ് ആവും എന്നുള്ളത് വേറെ പോയിന്റ്. ഇതൊക്കെ ഇങ്ങനെ ഏറ്റെടുക്കുമ്പോൾ മാത്രമേ പുള്ളിക്ക് ഒരു സുഖം ഉണ്ടാവുള്ളൂ. തിരിച്ച് പ്രതികരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിൽ ചെറിയ വ്യത്യാസങ്ങൾ വരും. എനിക്ക് തോന്നുന്നു അവിടെ അതിനുള്ള ധൈര്യം കാണിക്കണം. പിന്നെ പലരും ഇത് ടോളറേറ്റ് ചെയ്യും കാരണം സ്നേഹത്തിന്റെ പുറത്ത് നിന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഇൻഡിവിജ്വാലിറ്റിനെ അവിടെ കളയുന്നുണ്ട് പറഞ്ഞൊക്കെ ഇത് ഓക്കെയാണെന്ന രീതിയിൽ. അപ്പോൾ സ്നേഹത്തിന് മുന്നിൽ അവനവനെ അങ്ങോട്ട് ബലി കഴിക്കരുത്. സ്നേഹത്തിന് മുന്നിൽ അവനവനെ അങ്ങോട്ട് ബലി കഴിക്കരുത്. ഇതൊന്ന്. ബൗണ്ടറി കെട്ടുക എന്നുള്ള അടുത്തൊന്ന്. ആ ബൗണ്ടറിയെ സംരക്ഷിക്കുക. എങ്ങനെയാണ് അതിർത്തിയിൽ ഭടന്മാർ നിൽക്കുന്നത് അതുപോലെ നമ്മുടെ ബോധം അവിടെ ഉണ്ടായിരിക്കണം. ആ അതിർത്തിയിൽ ഒരുപാട് കയറി കളിക്കുന്നുണ്ടെങ്കിൽ ആ ബന്ധം അവസാനിപ്പിക്കേണ്ടതാണെന്ന് മനസ്സിലാക്കുക. ചിലപ്പോൾ ഈ അതിർത്തികൾ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. അതാണ് വലിയ രസം. നമ്മളിപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ അവിടെ ഒരു അതിർത്തി വേലി പറഞ്ഞ സാധനം ഇല്ലെങ്കിൽ നമ്മൾക്ക് എന്തും ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാമെന്നൊരവസ്ഥ. അതിർത്തി വേലി വരുമ്പോഴല്ലേ നിങ്ങളുടെ ഫ്ലൈറ്റ് ഞങ്ങളുടെ അപ്പുറത്തേക്ക് വന്നു എന്ന് പറയാൻ പറ്റുള്ളൂ നമുക്ക്. ബൗണ്ടറി ഇല്ലാതെ ജീവിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഞാനിത് കുറച്ച് ക്ലാരിറ്റി തരാം. ഒരു തൊടി, ഒരു പറമ്പ്. ആ പറമ്പ് പ്രത്യേകിച്ച് ഒരു ഗുണമില്ലാതെ വെറുതെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്ന ഒരു പറമ്പായിരുന്നു. അപ്പോൾ ഈ പറമ്പിന് വേലിയൊന്നും ആവശ്യമില്ലായിരുന്നു. വെച്ചാൽ വേനൽക്കാലമായ കുട്ടികൾ നികത്തിയിട്ട് അവിടെ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. മഴക്കാലം കഴിഞ്ഞാൽ കാട് പിടിച്ച് കിടക്കും. ഇങ്ങനെ ഒരു പാറ്റേണിൽ അത് പോകുന്നു. ആരും ശ്രദ്ധിക്കാനൊന്നുമില്ല. ആ തൊടി ഞാൻ വാങ്ങി. ഞാൻ വാഴക്കൃഷി തുടങ്ങാൻ പോവാണ്. ഒരു പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പോകണം ആ ഗ്രൗണ്ട്. അപ്പോൾ ആദ്യം ഞാൻ എന്തായിരിക്കും ചെയ്യുക? അവിടേക്ക് മൃഗങ്ങളും മനുഷ്യരും കയറി നിരങ്ങാതിരിക്കുവാൻ ഞാൻ അവിടെ ഒരു വേലി കെട്ടുക അല്ലെങ്കിൽ ഒരു മതിൽ കെട്ടുകയാണ് ചെയ്യേണ്ടത്. അതായത് ഒരു പ്ലേസ്, ഒരു മണ്ണിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. ഒരു മണ്ണ് ഒരു യൂസ്ഫുള്ളായിട്ടുള്ള പ്രൊഡക്റ്റീവായിട്ടുള്ള റിസൾട്ട് തരുന്ന രീതിയിൽ അവിടെ യൂസ് ചെയ്യാൻ പറ്റണമെങ്കിൽ ആദ്യം അതിന് ചെയ്യേണ്ടത് വേലി കെട്ടിത്തിരിക്കുക. ഇത് പ്രൊട്ടക്റ്റഡ് ഏരിയ ആണെന്നുള്ളത്. അല്ലാതെ ഇത് ഓപ്പൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ അത് യൂസ്ഫുള്ളായി കൊണ്ടുപോകാൻ പറ്റില്ല. സെയിം ആ ലാൻഡ് പോലെയാണ് നമ്മുടെ ജീവിതം. ബൗണ്ടറീസ് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ആർക്കും എന്തും കയറി ചെയ്യാൻ പറ്റും. ബൗണ്ടറീസ് ഫിക്സ് ചെയ്യുമ്പോഴാണ് ആര് എവിടെ എത്ര വരെ കയറണം എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. സോ ട്രോമ ബോർഡിൽ പേഴ്സണൽ ബൗണ്ടറീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എൻ്റെ പേഴ്സണൽ ബൗണ്ടറീസ് എൻ്റെ പാർട്ട്ണർ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഞാൻ ഇനി മുതൽ ബൗണ്ടറീസ് വെക്കുകയാണെന്നുള്ളത്. അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിക്കൊണ്ടും ഈ ബന്ധം തുടരുവാണെങ്കിൽ തുടർന്നാൽ മതി. ആ ബൗണ്ടറീസ് വെച്ചോടുകൂടെ നമ്മളെങ്ങോട്ട് വെറുക്കുകയാണെങ്കിൽ അപ്പോഴാണ് ആ വ്യക്തിയുടെ യാഥാർത്ഥ്യം നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. റിയൽ റെഡ് ഫ്ലാഗ് ആണെന്നുള്ളത്. അതെ. നമ്മുടെ വ്യക്തിത്വം നശിപ്പിച്ചാൽ മാത്രമേ ആ വ്യക്തിയുടെ സ്നേഹം നമുക്ക് കിട്ടുള്ളൂ എന്നുള്ളതായിരുന്നു അവസ്ഥ. അത് മാറ്റി ചിന്തിക്കാൻ തുടങ്ങുകയാണ്. ഇങ്ങനെയാണ് ട്രോമ ബോണ്ടിന് ശരിക്കും പ്രൊഫഷണൽ സപ്പോർട്ട് എടുത്ത് ഇതൊക്കെ ഈ ജനറൽ ടോക്കിനെ ഒരിക്കലും ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി യൂസ് ചെയ്തതെന്നാണ് ഞാൻ പറയുള്ളൂ. ഇൻഡിവിജ്വലി ഒരു പ്രൊഫഷണൽ സപ്പോർട്ട് എടുത്തിട്ട് ഈ ബോണ്ട് അവിടെ ശരിയാക്കി എടുക്കണമെങ്കിൽ ആദ്യം ട്രോമ, ഈ 2 വാക്കുണ്ടല്ലോ ഇതിൽ, ട്രോമ ആദ്യം ഹീൽ ചെയ്താലേ ഈ ബോണ്ടിന് എന്ത് ചെയ്യണം എന്നുള്ള നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ അറ്റാച്ച്മെൻറ്റ് ബേസ്ഡ് റിലേഷൻഷിപ്സ് അതിലാണിത് കൂടുതലും ഉണ്ടാകുക. ശരിക്കും ഇപ്പോൾ ഒരു സ്നേഹബന്ധം എന്ന് പറഞ്ഞാൽ വിവാഹ ജീവിതത്തിലെ സ്നേഹബന്ധം, ഏത് സ്നേഹബന്ധം എടുത്തോട്ടെ, ഒരു സ്നേഹബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഞാൻ നിങ്ങളുടെ എല്ലാത്തിനെയും ഇഷ്ടപ്പെടുകയാണ്. വാസ്തവത്തിൽ നിങ്ങളുടെ മേലെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയോ നിങ്ങളെ ആൾട്ടർ ചെയ്യാൻ ശ്രമിക്കുകയോ അല്ല ശരിക്കും സ്നേഹം. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് കേട്ടോ. സ്നേഹം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ആസ് ഇറ്റ് ഈസ് സ്നേഹിക്കുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ റിപ്പയർ ചെയ്ത് ശരിയാക്കിയിട്ട് വേണം എനിക്ക് ശരിക്കും സ്നേഹിക്കാൻ എന്ന് ചിന്തിക്കുന്നത് സ്നേഹമൊന്നുമല്ല, അത് സ്വാർത്ഥതയാണ്. അല്ലാന്നുണ്ടെങ്കിൽ അത് ഒരു ടൈപ്പ് അറ്റാച്ച്മെൻറ്റാണ്. കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ ലവ് റീഇൻകാർണേഷൻ പോലെയുള്ള ഒരു പ്രോബ്ലമാണത്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മൾക്ക് നമ്മളുടെ പാർട്ട്ണറുമായിട്ടുള്ളത് അറ്റാച്ച്മെൻ്റ് ആണോ ലവ് ആണോ എന്നുള്ളത്. ഇഫ് ഇറ്റ് ഈസ് അറ്റാച്ച്മെൻറ്റ് അവിടെ എന്തായാലും പ്രശ്നങ്ങളുണ്ടാകും. അതിനെ സ്നേഹമാക്കി മാറ്റൽ നമ്മളുടെ ഏറ്റവും വലിയ ടാസ്ക്കാണ്. ഇപ്പോൾ നമ്മൾ ഈ പല ടൈപ്പ് അറ്റാച്ച്മെൻറ്റുകളെ കുറിച്ച് പറയാറില്ലേ? എന്താ അവോയ്ഡൻറ്റ് ടൈപ്പ് അറ്റാച്ച്മെൻറ്റുകൾ, സെക്യൂർ അറ്റാച്ച്മെൻറ്റ്, ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ്. ഇപ്പോൾ ഒരാൾ കാണാനില്ല, കുറച്ച് നേരം വൈകുമ്പോഴേക്കും ഒരു 30-40 കോളോ ചെയ്യുന്നവരുണ്ട്. ഒരു മെസ്സേജ് ഇട്ട് അതിന് ഉടനെ റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ അത് വീണ്ടും മെസ്സേജ്, നീ എവിടെയാണ്, ആരോടെ കൂടെയാണ്, അങ്ങനെയൊക്കെ ചോദ്യം ചെയ്യുന്നവരുണ്ട്. ദേ ആർ വെരി ആങ്ഷ്യസ്. അതിനും ഈ പറഞ്ഞ പോലെ ചൈൽഡ്ഹുഡിൽ നിന്ന് അതുണ്ട്. അവരുടെ അച്ഛനമ്മയിൽ നിന്നുണ്ടായിട്ടുള്ള
ഇത്തരത്തിൽ ആങ്സൈറ്റി അവരിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ, ലവിൻ്റെ പേരിൽ ഒരു ആങ്സൈറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സബ് കോൺഷ്യസ് റേഞ്ച് അവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ കിടക്കുന്നത് വളരെ ചെറിയ പ്രായത്തിലായിരിക്കും. അവിടെ നിന്ന് അവർക്ക് കിട്ടിയ ആ സോഫ്റ്റ്വെയർ ആണ് അവരിവിടെയും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവരൊരു ആങ്ഷ്യസ് ടൈപ്പാണ്. ഇപ്പോൾ എൻ്റെ ഭാര്യ എനിക്കിങ്ങനെ 30 മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ ഞാനും ഇത് മനസ്സിലാക്കണം. അതാണ് പാവം, അത് ആങ്ഷ്യസ് ആയിട്ട് ചെയ്യുന്നതാണ് എന്നുള്ളത്. അല്ലാതെ അത് ഇന്നെങ്ങനെ ഉപദ്രവിക്കല്ലേ, ശല്യം ചെയ്യല്ലേ പറഞ്ഞ് ബഹളം ഉണ്ടാക്കല്ല വേണ്ടത്. ഈ എല്ലാ മനുഷ്യർക്കും ഇൻറ്റേർണൽ വേൾഡിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ളൊരു സാധനമാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. ഈ അയക്കുന്ന ഈ ആങ്ഷ്യസ് ആയിട്ട് ചിന്തിക്കുന്ന, ആ ലവിനെ ആങ്ഷ്യസ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കും ഒരു ബോധം വേണം, ദിസ് ഈസ് ബിക്കോസ് ഓഫ് മൈ ആങ്സൈറ്റി, ഇത് സ്നേഹമല്ല എന്നുള്ളത്. ഈ രണ്ട് കൂട്ടർക്ക് ഈ ബോധം വരുമ്പോഴേ ഇതൊക്കെ വർക്കൗട്ട് ആവുള്ളൂ, ഇത്തരത്തിലുള്ള അറ്റാച്ച്മെൻറ്റുകൾ. അതുപോലെ അടുക്കാൻ ശ്രമിക്കുമ്പോൾ അകന്നകന്ന് പോകുന്നവർ, അവർക്ക് അത്തരത്തിൽ അവോയ്ഡൻ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ബിൽഡായിട്ടുള്ളത് കൊണ്ടാണ് എന്നിലേക്ക് ഇങ്ങനെ കൂടുതൽ അടുക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുമാതിരി ഇറിറ്റേഷൻ ഉണ്ടാവും. അപ്പോൾ വേഗം ഒന്ന് മുങ്ങും കുറച്ച്. ഇതൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നതല്ലേ. ഏതായാലും ഇതൊക്കെ അറ്റാച്ച്മെൻറ്റ്സ് ആണ്. ഈ അറ്റാച്ച്മെൻറ്റ്സിൽ ഇങ്ങനെ നമ്മളിങ്ങനെ പാറ്റേൺ ആയിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് നമ്മുടെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ആക്ച്വലി നമ്മൾ ഒരു ലവ് ബോണ്ട് അവിടെ ഉണ്ടായിട്ടേ ഇല്ല. ഇതൊക്കെ ഇങ്ങനെ ഒരു ഗെയിം പോലെയാണ് ശരിക്കും. പല ദാമ്പത്യ ബന്ധങ്ങൾ പോലും എനിക്ക് തോന്നുന്നത് ഒരു ടോം ആൻഡ് ജെറി കളി പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതൊന്നും അല്ല ശരിക്കും സ്നേഹം എന്ന് പറയുന്നത്. ഈ സ്നേഹത്തിൻ്റെ ഡെഫിനിഷനേ അല്ല ഇത്. ഒരാളുടെ മേലെ കടന്നുകയറ്റം നടത്തുക, ഒരാളെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്തുക, പിന്നെ ഒരാളെ അങ്ങോട്ട് ഇങ്ങോട്ട് നീങ്ങലൊക്കെ ചോദ്യം ചെയ്യുക, മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ മുങ്ങാൻ ശ്രമിക്കുക. ഇതൊന്നും അല്ല സ്നേഹം. സ്നേഹം എന്ന് പറയുന്നത് ഇമോഷണലിയും അതുപോലെ തന്നെ സർവൈവൽ കാര്യങ്ങൾക്കും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോപ്പറേറ്റീവായിട്ട് നിലനിൽക്കുന്നതിനെ മാത്രമാണ് നമ്മൾ സ്നേഹം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതിന് മുമ്പ് ഒരു സബ്ജക്റ്റിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നതാണ് പ്രണയവും വിവാഹ ജീവിതത്തിലെ സ്നേഹവും തമ്മിലൊരു ബന്ധമില്ല എന്നുള്ളത്. നമ്മൾ സംസാരിച്ച ഓർമ്മയുണ്ടാവും. അതാണ്. അപ്പം നമ്മളിതിനെ എത്രയും വേഗം, എനിക്ക് തോന്നുന്നു ഈ നിലവിലുള്ള ഈ ഭാര്യ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ റൊമാൻറ്റിക് കപ്പിൾസ് ആരായാലും ശരി, അവരെല്ലാം അവരുടെ ആ ഒരു ക്രഷിൽ നിന്നുണ്ടായ, സ്പാർക്കിൽ നിന്നുണ്ടായ, അല്ല ഈ പെണ്ണ് കണ്ടിട്ട് കല്യാണം കഴിച്ചാണെങ്കിലും കണ്ടു ഇഷ്ടപ്പെട്ടു, അതും സ്പാർക്ക് തന്നെയാണ്. മറ്റേത് റാൻഡംലി എവിടുന്നോ കണ്ട് ഇഷ്ടപ്പെട്ടു, ഇത് അറേഞ്ച് ചെയ്ത് ഒരു മൊമെൻറ്റിൽ പോയി കണ്ട് ഇഷ്ടപ്പെട്ടു. ഇത്രയുള്ള വ്യത്യാസം. എല്ലാം ആദ്യത്തിലുണ്ടായ ആ ഒരു ചിന്തയിൽ നിന്നുണ്ടായ ബന്ധങ്ങളാണ്. അതങ്ങനെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യണം. അതിൻ്റെ സ്ക്രാച്ചിൽ നിന്ന് അതങ്ങനെ സ്റ്റാർട്ടായിട്ടുള്ളത്. അതിനെ ഒന്ന് അസസ്മെൻറ്റ് ചെയ്ത് ആ സ്നേഹം എന്ന സാധനം എന്താണെന്നൊക്കെ ഒന്ന് പഠിച്ച്, ഈ ബയോളജിക്കൽ ഇൻസ്റ്റിങ്ക്റ്റായിട്ട് കിടക്കുന്ന സാധനങ്ങളല്ല സ്നേഹമെന്ന് മനസ്സിലാക്കിയിട്ട്, സ്നേഹം മനുഷ്യത്വപരമായി മനുഷ്യൻ കൾട്ടിവേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു വാല്യൂ ആണ്. അതിനെ ഔപചാരികമായി പഠിക്കേണ്ടതുണ്ട്. അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാനുണ്ട്. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ മെത്തേഡുകൾ പഠിക്കാനുണ്ട്. അതിനൊന്നും ഇവിടെ നമ്മൾ ഒരു പ്രൊഫഷണൽ സപ്പോർട്ട് എടുക്കാറില്ല. നമ്മളൊരു മാരേജിന് മുൻപ് മാരേജ് ചെയ്യാൻ പോകുന്ന 2 പേരും ചേർന്ന് ഒരുമിച്ചിരുന്ന് ഒരു പ്രൊഫഷണലിൻ്റെ കൂടെ ഇരുന്ന് എങ്ങനെയായിരിക്കണം സ്നേഹങ്ങൾ നമ്മൾ പങ്കുവെക്കേണ്ടത്, എങ്ങനെയായിരിക്കണം ഓരോ കാര്യങ്ങളിലും സ്റ്റാൻഡുകൾ എടുക്കേണ്ടതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. ഇത് അവസാനം എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞ് അപ്പോഴാണ് പ്രശ്നങ്ങൾ അത് തേടുന്നവർ വളരെയധികം വിരളമാണ്. നമ്മൾ വാക്സിനേഷൻ എടുക്കുന്ന പോലെ ചിന്തിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ രോഗം വന്ന് ചികിത്സിക്കലല്ല. വാക്സിനേഷൻ എടുത്തിരുന്നാൽ രോഗം വരില്ല. അതുപോലെ നമ്മൾക്കൊരു ബന്ധം ഉണ്ടാവും. ഇപ്പോൾ മൊയ്തീന് ഒരു പ്രണയം ഉണ്ടായെന്ന് വിചാരിച്ചോ. പ്രണയം ഉണ്ടായാൽ അങ്ങോട്ട് കല്യാണം കഴിക്കുക അങ്ങനെയൊന്നും അല്ല അതിൻ്റെ അർത്ഥം. പ്രണയം ഉണ്ടാകാം, ആരോടും ഉണ്ടാകാം, എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം. അത് ഈ പറഞ്ഞ പോലെ പലതരം സബ് കോൺഷ്യസ് ട്രാപ്പുകളിൽ നിന്നാണ് അതുണ്ടാവുന്നത്. ബട്ട് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുവാനുള്ളൊരു തീരുമാനത്തിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ ഈ 2 പേരും ചേർന്ന് നിങ്ങളുടെ നിലവിലുള്ള സ്നേഹം ഇങ്ങനെയാണെന്നും ഭാവിയിൽ നമ്മൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ മണിക്കൂറുകൾ നീണ്ടൊരു സെഷനിലൂടെ ചില അണ്ടർസ്റ്റാൻഡിങ്ങുകളിലേക്ക് വരണം. ഈ അണ്ടർസ്റ്റാൻഡിങ്ങുകളിലേക്ക് വരാൻ നിങ്ങൾ ട്രൈ ചെയ്താൽ അതിൽ ഒരാൾ ചിലപ്പോൾ ഡിസ്റ്റർബ് ആവാൻ സാധ്യതയുണ്ട്. അയ്യോ ഇതൊന്നുമല്ല ഞാൻ പ്രതീക്ഷിക്കുന്ന സാധനം എന്ന് പറയും. അപ്പം അത് അവിടെ ഉപേക്ഷിക്കണം. അങ്ങനെയാണത് മുന്നോട്ട് കൊണ്ടുപോകണം. നമുക്ക് മനസ്സിലാവുക നമ്മളുടെ ജീവിതത്തിലെ ഒരു വാച്ച്, ഒരു 3 കൊല്ലം ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഒരു വാച്ച്, ഈ സാധനം എത്ര പരിശോധിച്ചിട്ടുണ്ടാവും, എത്ര ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും, ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും, ഇതിൻ്റെ ഗ്യാരണ്ടി എത്ര നമ്മൾ ചോദിച്ചിട്ടുണ്ടാവും, എന്തൊക്കെ റിസർച്ച് ചെയ്തിട്ടാണ് നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങുന്നത്, ഒരു 5000 രൂപയുടെ സാധനം വാങ്ങുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ലൈഫ് പാർട്ണറെ ചൂസ് ചെയ്യുമ്പോൾ എത്ര അതിനെ തിരിച്ചും മറിച്ചും നമ്മൾ പഠിക്കാനുണ്ട്. അയാളെ പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, ഞാനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രൊഫഷണലിസം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നിർബന്ധം. അപ്പോൾ പലരും ചോദിക്കും, അപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെയോ? പണ്ടൊക്കെ അടിമ ഉടമ ബന്ധമാണെന്നേ, ഭാര്യ ഭർത്തൃ ബന്ധമൊന്നും അല്ല. അവിടെ സ്ത്രീക്ക് വോയിസ് ഇല്ലാത്തൊരു കാലമാണ്. അത് വെച്ചിട്ട് നമ്മൾ മാച്ച് ചെയ്യാൻ പാടില്ല. ഇന്നത്തെ കാലത്ത്
എല്ലാവരും വ്യക്തികളാണ്, എല്ലാവർക്കും ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. ആരും ആർക്കും വേണ്ടിയൊന്നുമല്ല ഇവിടെ ജീവിക്കുന്നത്. ഇന്നത്തെ കാലത്ത് എല്ലാവരും അവനവന് വേണ്ടിയാണ് ജീവിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതൊരു പ്രൊഫഷണലിൻ്റെ സപ്പോർട്ടോടു കൂടെ ഇരുന്ന് ഭാവിയിൽ അതൊരു ട്രോമ ബോണ്ട് ആവാതിരിക്കാൻ ആ ബൗണ്ടറീസൊക്കെ ആദ്യം തന്നെ കെട്ടി, ട്രോമാസ് ഉണ്ടായിക്കഴിഞ്ഞാൽ കൃത്യമായി അത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ മുൻധാരണകളോടുകൂടെ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുക. അതാണ് എൻ്റെ സൊല്യൂഷൻ. നിലവിൽ ഈ പ്രശ്നം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവർ ഡെഫിനറ്റ്ലി ഒരു പ്രൊഫഷണൽ സപ്പോർട്ട് എടുത്ത് അവരുടെ ട്രോമ ഹീൽ ചെയ്ത് ബോണ്ട് വേണോ വേണ്ട എന്നുള്ളത് തീരുമാനിക്കണം. ചില കാര്യങ്ങളിൽ റിപ്പയർ പറ്റുമായിരിക്കും, ബൗണ്ടറീസൊക്കെ സെറ്റ് ചെയ്താൽ. റിപ്പയർ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇത് ക്വിറ്റ് ചെയ്യണം. അപ്പോൾ ക്വിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ സർവൈവൽ പ്രശ്നം ഉണ്ടാവും, ചിലപ്പോൾ മക്കളുണ്ടാവും. അതിനൊക്കെ ആദ്യം നമ്മൾ ആ ഏരിയാസ് ചിന്തിക്കണം. സ്വന്തം സർവൈവൽ സ്വന്തം കയ്യിലാവണം, ജോലി വേണം, സമ്പാദ്യം വേണം, പിന്നെ മക്കളുടെ കാര്യത്തിലൊക്കെ ഡിസിഷൻസ് എടുക്കണം. എന്നിട്ട് ക്വിറ്റ് ചെയ്യേണ്ടടുത്ത് വെച്ച് അത് ക്വിറ്റ് ചെയ്യേണ്ട വേണം. എനിക്ക് തോന്നുന്നത് നമ്മൾ കണ്ടുപിടിച്ചതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് വിവാഹമോചനം എന്ന് പറയുന്ന പരിപാടി. വിവാഹത്തേക്കാൾ നല്ല കണ്ടുപിടുത്തമായിട്ടാണ് എനിക്ക് വിവാഹമോചനത്തെക്കുറിച്ച് തോന്നിയിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ സ്വന്തം ലൈഫ് സ്പോയിൽ ചെയ്യാതിരിക്കുവാനൊരു ഓപ്ഷൻ അവിടെ വന്നല്ലോ, അത് യൂസ് ചെയ്യാൻ നമ്മൾ പഠിക്കണം എന്നുള്ളതാണ്. അത് ഹെൽത്തി ആയിട്ടുള്ള തീരുമാനമാണ് എന്നുള്ള, വിവാഹമോചനം എന്നുള്ളതൊരു ഭീകരമായ കുറ്റകൃത്യമല്ല. ഒരു ഭർത്താവിനെ ഉപേക്ഷിക്കേ, ഭാര്യ ഉപേക്ഷിക്കേ എന്നുള്ളത് അത്ര ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു വിഷയമല്ല എന്നുള്ളത്, ലൈഫിനേക്കാൾ ഇമ്പോർട്ടൻ്റ് അല്ല ബന്ധങ്ങൾ എന്നുള്ളത് ചിന്തിക്കുവാനുള്ള ഒരു ബുദ്ധി മനുഷ്യർക്ക് ഉണ്ടാവണം. മനസ്സിലായോ?